ഹരേ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഓഡിയോ കറക്റ്റായി കേൾക്കണമെങ്കിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്യണം. ഓഡിയോ കറക്റ്റായിട്ട് കേൾക്കണമെങ്കിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഗുരുവായൂരപ്പ ശരണം. അപ്പം നമുക്ക് ഇന്ന് അവസാന ഭാഗമാണ്. ഹരേ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഓഡിയോ ഫീഡ്ബാക്ക്. അപ്പം ഒരു വലിയൊരു ഭാഗം പറഞ്ഞു തീർത്തു. രുദ്രത്തിന് രണ്ട് ഭാഗമാണ്, നമകവും ചമകവും. ആ ചമകത്തിനെ നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ചമകത്തിൻ്റെ 11 അനുഭാഗങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മമ്മിയൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 5ാമത്തെ ഭാഗമായിട്ട് അതിരുദ്രം, അതിൻ്റെ താഴെയുള്ള കോൺഫിഗറേഷൻസ്, രുദ്രം, ലഘുരുദ്രം, മഹാരുദ്രം, അതിരുദ്രം തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ്, അതിൻ്റെ ഒരു ഏകദേശ ചടങ്ങുകൾ എന്തൊക്കെയാണ്, അതുകൂടാണ്ട് രുദ്രമന്ത്രങ്ങളിൽ ചില തെരഞ്ഞെടുത്തവയുടെ രോഗശമന ശേഷി, ഇന്നിന്ന രോഗങ്ങൾക്ക് ഇന്നിന്ന മന്ത്രങ്ങൾ വളരെ ഗുണകരമാണ് അത് സുഖപ്പെടാൻ എന്നുള്ളത് ഒന്ന് ലഘുവായിട്ട് ചർച്ച ചെയ്യുക. അതാണ് ഉദ്ദേശം നമുക്ക്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ, മമ്മിയൂരപ്പനെയും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. സ്വസ്തി ശ്രീപാദിശ്രീ ഗുരുഭ്യോ നമ. ശംഭോ മഹാദേവ, നാരായണ ഹരേ. പതിവ് പോലെ നമുക്ക് ഭഗവാന്റെ ഈ ധ്യാന ശ്ലോകം ചെല്ലാം. നമ്മൾ രുദ്രവും ചമകവും പറഞ്ഞു കഴിഞ്ഞെങ്കിലും ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആപാതാളനഭസ്ഥലാന്ധഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത് ജ്യോതിസ്ഫാടികലിംഗമൗലി വിലസത്പൂർണേന്ദുവാന്താമൃതൈഃ അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനുവാകാഞ്ജപൻ ധ്യായേന്നീപ്സിതസിദ്ധയേ ദ്രുതപദം വിപ്രോഭിഷിഞ്ജേ ശിവം. പീഠം യസ്യ ധരിത്രീ ജലധരകലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവഹ്ന്യർക്കനേത്രം കുക്ഷി സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഡംഗം ദശദിശി വസനം ദിവ്യലിംഗം നമാമി. ബ്രഹ്മാണ്ഡവ്യാപ്തദേഹാഭസിതഹിമരുചാ ഭാസമാനാ ഭുജംഗൈഃ കണ്ഠേ കാലാക്കവർദാ കലിതശശികലാശ്ചണ്ഡകോദണ്ഡഹസ്താ രുദ്രക്ഷാ രുദ്രാക്ഷമാലാത് പ്രകടിത വിഭവാ ശാംഭവാ മൂർത്തിഭേദാഃ രുദ്രാ ശ്രീരുദ്രസൂക്ത പ്രകടിത വിഭവാ ന പ്രയച്ഛന്തു സൗഖ്യം. ശംഭോ മഹാദേവ. ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 മഹാദേവ. അപ്പൊ നമ്മള് ശ്രീരുദ്രത്തിന്റെ സർവവേദത്തിൻ്റെയും സാരമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. നമ്മൾ ഈ 4 വേദങ്ങളും ഋക്ക്, യജുസ്, സാമം, അഥർവത്തിൻ്റെയും ഒരു മകുടമായിട്ട്, കിരീടമായിട്ടാണ് ശ്രീരുദ്രത്തിനെ കണ്ടിരിക്കുന്നത്. അപ്പൊ വേദത്തിനെ കുറിച്ച് അല്പമൊക്കെ അറിയുന്ന ആൾക്കാർക്ക് പുരുഷ സൂക്തവും സ്ത്രീ സൂക്തവും ഭാഗ്യസൂക്തം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ശ്രീരുദ്രം എന്ന് പറഞ്ഞാൽ വേദത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രഭാഗമാണെന്ന് അറിയും. പക്ഷെ അതറിയാത്തവരാണ് ഒരുപാട് പേര്. ആ ശ്രീരുദ്രത്തിൽ സകല വേദത്തിൻ്റെയും സാരം തന്നെയുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത മാതിരി ഈവൻ ഭഗവത്ഗീതയുടെ പോലും ഒരുപാട് ആശയങ്ങൾ ശ്രീരുദ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു മന്ത്രം കൂടിയാണ് ശ്രീരുദ്ര എന്ന് പറയുന്നത്. സർവവേദസാരവും സർവാപൻ നിവർത്തകമാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സർവാഭീഷ്ടപ്രദം, ഉദ്ദിഷ്ടകാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നത്. അതേപോലെ ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കി തരുന്നത്, ബ്രഹ്മജ്ഞാന ഹേതുകം, അതും ശ്രീരുദ്രത്തിന്റെ ഒരു മഹാഗുണമാണ്. അത് വേദങ്ങളിലാവട്ടെ, സ്മൃതികളിലാവട്ടെ, ഇതിഹാസങ്ങളിലാവട്ടെ, അത് രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിലാവട്ടെ, മറ്റ് പുരാണങ്ങളിലാവട്ടെ, ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ അഗ്നിഷ്ടോമം തുടങ്ങി സോമയാഗം, അതിരാത്രം,
രാജസൂയം, വാജപേയം, അശ്വമേധം എന്നൊക്കെ ഉള്ളതിലൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഗരുഡാകൃതിയിലുള്ള ചിതി ഉണ്ടാക്കുന്നു ഇഷ്ടകൾ കൊണ്ട്. അതിനാണ് ഞാൻ ആ ഡോക്യുമെന്ററി പറ്റുവാണെങ്കിൽ കണ്ടാൽ നന്നായിരിക്കും എന്ന് പറയാൻ കാരണം. അത് 18 സ്റ്റെപ്സിൽ തന്നെയുണ്ട്, പണ്ട് 2006 നമ്മൾ ചെയ്തതാണത്. അത് കണ്ടാൽ അതിൻ്റെ ഒരു ആകൃതി മനസ്സിലാവും. ശിവസഹസ്രനാമത്തിലെ പല നാമങ്ങളുടെ അർത്ഥം ഇപ്പോഴാണ്. ഒരുപാട് നാമങ്ങൾ ഇതിലുണ്ടെന്നല്ല, ഇതിലുള്ള നാമങ്ങളാണ് ശിവസഹസ്രനാമത്തിലേക്ക് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് സ്രോതസ്സാണ്, ഇതാണ് മൂലസ്രോതസ്. ഇതിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഈ 300 നാമങ്ങളിലെ ത്രിശതി, 108 നാമങ്ങള്, അഷ്ടോത്തരം, സഹസ്രനാമം, ഇതിന്റെ ഒക്കെ ഫസ്റ്റ് തുടക്കം ശ്രീരുദ്രത്തിലാണ് കാണുക. വേദത്തിൽ ശ്രീരുദ്രത്തിൽ ഈ 300 നാമങ്ങൾ 2ാമത്തെ അനുഭാഗം തൊട്ട് 9ാമത്തെ അനുഭാഗം വരെ ഉള്ള നാമകത്തിലെ നാമങ്ങളാണ് ആദിമ രൂപം. ഈ ത്രിശതിയുടെയും സഹസ്രനാമത്തിന്റെയും അഷ്ടോത്തരത്തിന്റെയും ഒക്കെ ബാക്കിയൊക്കെ അതിനുശേഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഈ സോമയാഗം, അതിരാത്രം, രാജസൂയം, അതേപോലെ ഇപ്പൊ അപ്തോര്യാമം എന്നൊക്കെ പറഞ്ഞ പല വിധത്തിലുള്ള വൈദിക യാഗങ്ങളുണ്ട്. ഒന്നിന്റെ കാട്ടിലും വലുപ്പത്തിലെന്നുള്ളത്. അപ്പൊ അഗ്നിഷ്ടോമം തുടങ്ങിയിട്ട് അതിന്റെ പല പ്രോഗ്രഷൻസ് ആണ്. ഉക്തിയം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതിന്റെ ഒക്കെ ഇതിലും ആ ചിതി എന്ന് പറയുന്ന ആൾത്താര, അത് ചതുരാകൃതിയിലും ആകാം, വലിപ്പം കൂടുന്നവരും അത് ഗരുഡാകൃതിയിലും ആകാം. ശേനചിതി എന്ന് പറയും. അപ്പൊ അതിൽ ഹോമത്തിന് ഉപയോഗിക്കുന്നുണ്ട്, വസ്വർധാരയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ചമകം ഉപയോഗിക്കുന്നുണ്ട് വസ്വർധാരയ്ക്ക്. അപ്പൊ ഈ മന്ത്രങ്ങള് ഈ ഹോമത്തിന്, യജ്ഞത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് കർമ്മപരമാണ് എന്ന് പറയും. എന്നാൽ അതേസമയം തന്നെ ഇത് ബ്രഹ്മവിദ്യ പഠിപ്പിക്കണമുണ്ട്, ബ്രഹ്മജ്ഞാനം നൽകണോണ്ട് ഇത് ഉപനിഷത്തുമാണ്. രുദ്രോപനിഷത്ത് എന്ന് ഇതിന് പേരുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജാബാലോപനിഷത്തില് എന്ത് ജപിച്ചാലാണ് അമൃതത്വം കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി ആയിട്ട് ശതരുദ്രീയം ജപിച്ചാലാണ് അമൃതത്വം നേടാൻ പറ്റുക, അമൃതാവസ്ഥയെ പ്രാപിക്കുക. മൃതി ഇല്ലാത്ത അവസ്ഥയാണ് അമൃതത്വം. എന്താ അമൃതത്വം? മൃത്യു എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് മരണം, മരിച്ചു പോകുക എന്നാണ്. പക്ഷെ മരിച്ചു പോകുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും ഈ ചക്രത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. മൃത്യു എന്ന് പറഞ്ഞാൽ ഈ സംസാരവുമായിട്ടുള്ള നമ്മുടെ ബന്ധനമാണ് മൃത്യു. ആ മൃത്യുവിനെ ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്താൽ അമൃതത്വമായി. അമൃതത്വം എന്ന് പറഞ്ഞാൽ സംസാരബന്ധനം ഇല്ലാണ്ടാവുക, മോക്ഷാവസ്ഥയെ പ്രാപിക്കുക എന്ന അർത്ഥം. അപ്പൊ ശതരുദ്രിയം ജപിച്ചിട്ട് അത് നേടാനാണ് പറയുന്നത്. മാത്രല്ല, ശതരുദ്രിയം ജപിക്കുന്നതുകൊണ്ട് ബ്രഹ്മഹത്യ തുടങ്ങിയിട്ടുള്ള മഹാപാതകങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്നു. ഈ മായ സാഗരത്തു നിന്ന് നമ്മൾ കടന്നിട്ട് ആ കടക്കാനുള്ള ഒരു ബോട്ടാണ് ശ്രീരുദ്രെന്നും കൈവല്യോപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൂതസംഹിത എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ പറയണം, എന്നാലും ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുകയാണ്, ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ. യശ്രദ്ധയായുധോ നിത്യം ശതരുദ്രീയമഭ്യസേൽ അഗ്നിദാഹാൽ സുരാപാനാൽ അകൃതാചരണാൽ തഥാ. ശതരുദ്രീയം പഠിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപിച്ചതിൻ്റെയും തെറ്റായ കാര്യങ്ങൾ ചെയ്തതിൻ്റെയും തുടങ്ങിയിട്ടുള്ള എത്ര മഹാപാതകങ്ങൾ ഉണ്ടാവും അത് മുഴുവൻ നശിച്ചു പോകുന്ന എന്ന് വെച്ചിട്ട് അത് ചെയ്തിട്ട് ഇത് വായിക്കണം എന്നല്ല അർത്ഥം. അത് നേരത്തെ അഭ്യസിച്ചാൽ അത്തരം ദുഷ്ചിന്തകളും ദുസ്വഭാവങ്ങളും ഒക്കെ ഇല്ലാണ്ട് കഴിക്കാം. അതേമാതിരി മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉഷസമയത്ത്, അതിരാവിലെ, അതികാലത്ത്, സൂര്യൻ ഉദിച്ചു വരുന്നതിന് തൊട്ടു മുമ്പ് ആ സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ദുർലഭമായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല എന്ന്. ജീവിതത്തിൽ എന്തും തരുന്നതിന് ശ്രീരുദ്രജപം അത്യുത്തമാണ്. സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, രോഗനാശമാവട്ടെ, എന്താ പറയുക, തൊഴിലാവട്ടെ, ധനസമൃദ്ധി ആവട്ടെ, എന്തിനും. വായുപുരാണത്തിൽ പറയുന്നുണ്ട്, മമഭാവം സമുത്സൃജ്യ യസ്തു രുദ്രാൻ ജപേൽ സദാ സജ തേനൈവ ദേഹേന രുദ്ര സഞ്ജായതേ ധ്രുവം. രുദ്രസായുജ്യ പദവി കിട്ടുന്നവരുടെ, രുദ്രന്റെ രൂപം തന്നെ കിട്ടുകയാണ് ഇത് ചെല്ലുന്നോണ്ട്. എല്ലാവർക്കും എളുപ്പം ലഭിക്കുന്നതുമാണ്. നമ്മൾ അന്വേഷിക്കാത്തതിന്റെ പ്രശ്നമുള്ളൂ. ഇത് അവിടെ തന്നെയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്നിപ്പോ യൂട്യൂബ് വന്നതുകൊണ്ട് എത്രയോ നല്ല ആചാര്യന്മാരുടെ തന്നെ തെറ്റില്ലാത്ത രുദ്രജപങ്ങൾ നമ്മുടെ കേരളീയ സമ്പ്രദായത്തിലായിട്ടാണെങ്കിലും അല്ല കേരളത്തിന്റെ പുറത്തുള്ള സമ്പ്രദായ പരദേശ സമ്പ്രദായത്തിലാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട്. അപ്പൊ സുരേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ധനപാടി അവരുടെ ചാനലിലൊക്കെ ഗംഭീരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉച്ചാരണത്തോടു കൂടിയുള്ള
ജപമുണ്ട്, കേട്ട് പഠിക്കാവുന്നതാ. അല്ലെങ്കിൽ വെറുതെ കേട്ടാൽ കൂടെ മതി. എന്നിട്ട് ഈ അർത്ഥം ചിന്തിക്കുക, ഭഗവാനെ ഉൾക്കൊള്ളുക. അപ്പൊ സമസ്ത പാപഹരാണ്, സർവ്വജനങ്ങൾക്ക് സുലഭമായിട്ടുള്ളതാണ്, മംഗളപ്രദമാണ്. ഒന്നും വേണ്ട, നമശിവായ എന്നുള്ള മന്ത്രം അവതരിച്ചിട്ടുള്ള തന്നെ ശ്രീരുദ്രത്തിന്റെ അകത്താണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും അതിന് മഹിമ വേറെ ഒന്നും അന്വേഷിക്കാൻ പോലും പോണ്ട. ഈ മന്ത്രങ്ങൾ പഠിക്കുമ്പോൾ ഏത് പുല്ലിലും നായ്ക്കളിലും ചെടികളിലും മരങ്ങളിലും മനുഷ്യരിലും ഒക്കെ ഏറ്റവും നികൃഷ്ടമായിട്ട് കാണുന്ന ഏത് വസ്തുവിൽ പോലും, ഇപ്പൊ കള്ളന്മാര്, ചതിയന്മാര്, വഞ്ചകന്മാര്, കൊള്ളക്കാരിൽ പോലും ഈശ്വരഭാവന ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മന്ത്രമാണ്. ആരെയും നീ മോശം എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞ് നിർത്താൻ അത് നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം നമുക്കതിലുള്ള അവകാശമില്ല. വേറൊരാളെ മോശം എന്ന് പറയാൻ നമുക്ക് അവകാശം ഇല്ല എന്നുള്ളതാണ്. വേദങ്ങളുടെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ അത് ശത്രുവിനെ നശിപ്പിക്കാൻ പറയുന്നില്ല, ശത്രുതകളെ നശിപ്പിക്കാനാണ് പറയുന്നത്. ശത്രുത ഒരു ഭാവമാണ്, മനസ്സിന്റെ ഒരു വ്യാപാരമാണ്, മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അപ്പോ ആ അറിവ് കൊണ്ട് നമ്മൾ വസ്തുക്കൾക്കുള്ള ഗുണമാവട്ടെ ദോഷമാവട്ടെ അത് രണ്ടിനെയും മറന്നിട്ട് ഈശ്വരനെ മാത്രം കാണാൻ പഠിപ്പിക്കും. എത്ര ഉന്നതമായിട്ടുള്ളൊരു ചിന്തയാണത്. ഇതിവിടെ ഒരു ദൈവത്തിനെ ഒരു പർട്ടിക്കുലർ രൂപത്തിൽ വിളിക്കണില്ല എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ അബദ്ധസഞ്ചാരികളും മഹാഭാവികളുമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. സനാതന ധർമ്മത്തിന്റെ സ്വഭാവം അതല്ല. പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കൾക്കും ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. പൂർണ്ണം ഗുണം മാത്രമായിട്ടും പൂർണ്ണം ദോഷം മാത്രമായിട്ടും ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് ഗുണത്തിനെയും തിരസ്കരിച്ച് ദോഷങ്ങളെയും തിരസ്കരിച്ചിട്ട് അത് രണ്ടിനെയും കാണാതെ അതിൻ്റെ അകത്തിരിക്കുന്ന ഈശ്വരനെ കാണാൻ പഠിപ്പിക്കണം. അത്യുന്നതമായിട്ടുള്ള ഭാവം. നമ്മൾ ചെയ്യണ തെറ്റ്, നമ്മൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ട് ക്രുദ്ധനായിട്ട് നമ്മളെ ശിക്ഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന രുദ്രനെ പ്രസാദിപ്പിച്ചിട്ട് അങ്ങനെ പ്രസന്നനായിട്ട് തീർന്നിട്ടുള്ള ഭഗവാനിൽ നമ്മൾ അഭയം കണ്ടെത്തുകയാണ്. നമുക്ക് മനസ്സിൽ ഭയമില്ലാത്ത അവസ്ഥയാണ് അഭയം. അല്ലാണ്ട് പോയിട്ട് പേടിച്ച് പറിച്ചിട്ട് കാൽക്കൽ ഇങ്ങനെ കൂട്ടിട്ട് അയ്യോ 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 അവർക്ക് ഇരിക്കല്ല. അഭയം എന്ന വാക്കിന്റെ അർത്ഥം ഭയമില്ലാത്ത അവസ്ഥ. ഏറ്റവും വലിയ ഭയം മരണഭയം, നാശത്തിന്റെ ഭയമാണ്. നമ്മൾ ഈ മറ്റുള്ളവരോട് ചെയ്യുന്ന സകല ദ്രോഹങ്ങളിൽ മൂലസ്രോതസ് അതാണ്. അത് മറന്നിരിക്കണ നേരത്തിനാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. അപ്പൊ ശതരുദ്രീയത്തിൽ 11 അനുഭാഗങ്ങളുണ്ട്. 100 കണക്കിന് രുദ്രന്മാര്, പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശക്തി വ്യാപിച്ചിരിക്കണമെന്നുള്ളതുകൊണ്ട് 100 എന്നൊരു സംഖ്യ അവിടെ വെക്കണമെന്നുള്ളൂ. 100 എണ്ണ കൃത്യം 100 അല്ല, അസംഖ്യം. അസംഖ്യം എന്നർത്ഥം. സഹസ്രം ശതം എന്നൊക്കെ പറയുമ്പോൾ അസംഖ്യം എന്നാണ്. ഇപ്പൊ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തിട്ടുള്ള 1000 നാമങ്ങളെന്ന് കണക്കാക്കുന്നുണ്ട്. ഇപ്പൊ ആയിരക്കണക്കിനല്ലോ, എത്രയോ ലക്ഷക്കോടി കണക്കിന് നാമങ്ങൾ ഭഗവാനുണ്ടല്ലേ. അപ്പം ഭഗവാൻ നമ്മളുടെ ധർമ്മവ്യതിക്രമം കൊണ്ട്, നമ്മൾ ധർമ്മവ്യതിക്രമം ചെയ്തിട്ട് തെറ്റായിട്ട് ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഭഗവാൻ നമ്മുടെ മേലെ ശിക്ഷിക്കാനായിട്ട് പ്രയോഗിച്ചേക്കാവുന്ന ആയുധങ്ങളും ആ ആയുധങ്ങളെ കൈകളെയൊക്കെ ഓരോന്നായിട്ട് നമസ്കരിച്ച് പ്രസാദിപ്പിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, ഈ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഈ ആയുധങ്ങൾ. രോഗമാവട്ടെ, പ്രളയമാവട്ടെ, വരൾച്ചയാവട്ടെ, അഗ്നിപർവ്വതം പൊട്ടുകയാവട്ടെ, എന്തും ആവട്ടെ. 9 അനുഭാഗങ്ങൾ വരെ അങ്ങനെ പറയുന്നു. 10ാമത്തെ അനുഭാഗം എത്തുമ്പോൾ അങ്ങനെ സന്തുഷ്ടനായിട്ട്, നമ്മുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായിട്ട്, നമ്മുടെ സ്തുതി എന്ന് പറഞ്ഞാൽ വെറുതെ സ്തുതിയല്ല, നമ്മൾ അദ്ദേഹത്തിനെ മനസ്സിലാക്കി അദ്ദേഹം പറയുന്നതനുസരിച്ച് താ മുന്നോട്ട് പോകാൻ പ്രതിജ്ഞ എടുത്തു. ഇനി നമ്മളെ കൊണ്ട് പ്രകൃതിക്കും പ്രപഞ്ചത്തിനും നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഭഗവാൻ നമ്മളിൽ സന്തോഷിക്കും. ഭഗവാന് നമ്മളെ മാതിരി ആരെങ്കിലും വന്ന് നമ്മളെ കുറിച്ച് കുറെ നല്ലത് പറഞ്ഞിട്ട് ഹോ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കണമെന്ന് പറഞ്ഞ സ്വഭാവം ഭഗവാനില്ല. നമ്മൾ എത്ര സ്തുതിച്ചാലും നമ്മൾ ഭഗവാന്റെ ഗുണങ്ങളുടെ അല്പമെങ്കിലും നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ഭഗവാൻ നമ്മളിൽ പ്രസന്നനാവുന്നില്ല. മൂഢത്വമാണ് ഭഗവാനെ കുറെ സ്തോത്രം ദിവസവും ചൊല്ലിയത് കൊണ്ട് സ്തുതിച്ചത് കൊണ്ട് ഏത് രൂപത്തിലാണെങ്കിലും, ഗുരുവായൂരപ്പനാവട്ടെ, മഹാദേവനാവട്ടെ, അമ്മയാവട്ടെ, അല്ലെങ്കിൽ ഏത് രൂപത്തിലും നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സഹജീവികൾക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവനവനെ തന്നെ ചതിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്തുതി കൊണ്ടും നമ്മൾ രക്ഷപ്പെടാൻ പോകില്ല. ആരുടെ അടുത്ത് പോയിട്ട് മന്ത്രദീക്ഷ എടുത്തിട്ടും നമ്മൾ രക്ഷപ്പെടാൻ പോകില്ല. ആരുടെ കാലിൽ തലകുത്തി കിടന്നിട്ടും ശ്വാസം പിടിച്ചു നിർത്തിയിട്ടും ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. എഴുതി വെച്ചോളൂ.
അപ്പൊ പ്രസന്നനായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രവൃത്തി കണ്ട് പ്രസന്നനായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാനിന് നമുക്ക് കിട്ടണ എന്താ? അഭയമാണ്. ഭയമില്ലാത്ത അവസ്ഥ, ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ അതാണ്. അതാണ് വാസ്തവത്തിൽ സകല സമൃദ്ധിക്കുള്ള നിദാനം. അപ്പൊ നമുക്ക് ഇഹത്തിലും പരത്തിലുള്ള സുഖം കിട്ടുകയാണ്. ആമുഷ്മിക സുഖം എന്ന് പറയും, പരത്തിലുള്ള സുഖം, അത് മോക്ഷം, അത് കിട്ടും. അപ്പൊ 3 ലോകങ്ങളിലും 3 അവസ്ഥകളിലും, ഉണർച്ചയിലും, ജാഗ്രത്തിലും, സ്വപ്നത്തിലും, സുഷുപ്തിയിലും, അല്ലെങ്കിൽ ഭൂർഭുവ സ്വഹ, ഭൂമി, താഴെയുള്ള ലോകങ്ങള്, മേലെയുള്ള ലോകങ്ങള്, സ്വസ്വ ലോകങ്ങള്, അങ്ങനെ എടുക്കാം. ഈ 3 അവസ്ഥകളിലും നിന്നിട്ട് അധർമ്മധ്വംസനം ചെയ്യണ രുദ്രഗണങ്ങളെ പ്രാർത്ഥിക്കുന്ന, അവരെ എന്നിട്ട് നമസ്കരിക്കുകയാണ് 11ാമത്തെ അനുഭാഗത്തിൽ. ഈശ്വരന്റെ പാർഷദാദികൾ. നമുക്ക് വാക്കുകൾ കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ പലവിധ ദുരിതങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികമായിട്ടുള്ള 3 തരം അസുഖങ്ങളെയും ദുഃഖങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. താപത്രയങ്ങൾ എന്ന് പറയും. ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് മുൻപുള്ള പ്രഭാഷണങ്ങളിൽ പറയാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചിട്ടുള്ളതുകൊണ്ട് അതൊന്നും ഇപ്പൊ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. എന്താണ് ആധ്യാത്മിക ദുഃഖം, എന്താണ് ആദിഭൗതിക ദുഃഖം, എന്താണ് ആദിദൈവിക ദുഃഖം? ഈ 3 തരം ദുഃഖങ്ങളെ മനുഷ്യനുള്ളൂ. ഇത് 3ഉം മാറാനും ഇനി ജന്മങ്ങള് കൂടെ നമ്മൾ ആർജിച്ചിട്ടുള്ള അനേകവിധ കർമ്മദോഷങ്ങളെ, അതിനെയാണ് നമ്മൾ ജാതകവശാൽ എന്ന് പറയുന്നത്. ജാതകവശാൽ എന്ന് പറഞ്ഞാൽ വെറുതെ ജനിച്ച നേരത്തിന്റെ പ്രശ്നമല്ല. ഈ ജനിച്ച നേരം അങ്ങനെ ആവാൻ കാരണം നമ്മുടെ കയ്യിലിരിപ്പുകളാണ്. ഗ്രഹങ്ങൾ നമ്മളെ ഇന്ന രീതിയിൽ പിടിച്ചു കെട്ടി നിർത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്. അപ്പൊ ജാതകവശാൽ കാണുന്ന എല്ലാത്തരം ദോഷപരിഹാരത്തിനും നമ്മൾക്ക് ഇപ്പോഴും പൂർവ്വത്തിലും ഒക്കെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾക്കും ഏറ്റവും ശ്രേഷ്ഠമാണ് രുദ്രേകാദശിനി അഥവാ ഏകാദശ രുദ്രം. ഇത് ചൊല്ലി അഭിഷേകം ചെയ്യും. മഹാപ്രായശ്ചിത്തം എന്നാ പറയണം. ശ്രീരുദ്രത്തിനും ചമകത്തിനും കൂടെ കൂട്ടി ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റൈലില് കൂട്ടി ഇങ്ങോട്ട് വെൽഡ് ചെയ്തിട്ട് ഇണക്കിയിട്ട് ചെയ്യണ പരിപാടിയാണ് ഈ ഏകാദശ രുദ്രം. അതിനൊരു ക്രമമുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ ക്രമത്തിന്റെ പ്രയോഗങ്ങളാണ് ഏകാദശ രുദ്രം തുടങ്ങി രുദ്രേകാദശിനി അഥവാ ലഘുരുദ്രം, അതുപോലെ അതിന്റെ മുകളിലേക്ക് വരുമ്പോ അതിരുദ്രം, അല്ല അതിന്റെ മുകളിലേക്ക് മഹാരുദ്ര, അതിന്റെ മുകളിലേക്ക് അതിരുദ്രം, ഇങ്ങനെ ഈ ക്രമത്തിലാണ്. ഈ മന്ത്രങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഭഗവാന്റെ ചൈതന്യത്തിനെ ന്യസിച്ചിട്ട് ഉറപ്പിക്കുന്നുണ്ട്. ഭഗവാന്റെ ചൈതന്യത്തിന് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അംഗങ്ങളിലായിട്ട് അങ്ങോട്ട് ന്യസിച്ചുറപ്പിക്കുക. ഈ ന്യാസം എന്താന്നുള്ളത് ഞാൻ നാരായണ കവചം പറഞ്ഞ സമയത്ത് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ന്യാസം എന്താണെന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. മുമ്പ് ന്യാസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടയിൽ ഞാൻ രുദ്രം പറയുമ്പോൾ ഞാൻ ഛന്ദസ്, ധ്യാനം, ഋഷി ഛന്ദസ്, ദേവത, അതേമാതിരി ധ്യാനം, പുരസ്ചരണത്തിന്റെ വിധിയോട് കൂടിയിട്ടൊക്കെ ബേസിക് ആയിട്ട് കുറച്ച് പ്രയോഗ വിധികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഭട്ടഭാസ്കരന്റെ, അദ്ദേഹം ഭട്ടഭാസ്കര മിശ്രൻ എന്ന് പറയും, അദ്ദേഹത്തിന്റെ തൈത്തിരീയ ഭാഷ്യം, തൈത്തിരീയത്തിന്റെ ഭാഷ്യമുണ്ട്. ആ ഭാഷ്യത്തിൽ ശ്രീരുദ്രത്തിന്റെ മന്ത്രങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കാവുന്നതാണ്. ആ പുസ്തകമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ നാട്ടിൽ. പക്ഷെ ചൗഖാമ്പമാരുള്ള പ്രസ്സുകളിൽ നോർത്ത് ഇന്ത്യയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും. സംസ്കൃത ലിപി ആയിരിക്കും എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. മലയാളത്തിൽ തൈത്തിരീയ ഭാഷ്യം ഭട്ടഭാസ്കരൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പ്രിന്റിൽ പഴയ ലൈബ്രറികളിൽ കാണും. ആശ്രമങ്ങളിലെയോ ക്ഷേത്രങ്ങളിലെയൊക്കെ ലൈബ്രറികളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗുരുവായൂർ ദേവസ്വം ലൈബ്രറിയിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വേഗമായിട്ടൊരു ഓർമ്മ. എന്തായാലും രാവിലെ സാധാരണഗതിക്ക് നമ്മൾ ശ്രീരുദ്രം ജപിച്ചു തുടങ്ങുമ്പോൾ അതിനെ സുശർമാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരുവന്ദനുണ്ട്. ആ ഗുരുവന്ദനം ചൊല്ലിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഇത് ആരംഭിക്കുന്നത്. ഈ എന്താ പറയുക, പൊതുവിൽ യജുർവേദികളൊക്കെ
ഈ സുശർമാസി ചൊല്ലിയിട്ടാണ് തുടങ്ങാറ്. അത് വളരെ വിശേഷമായിട്ടുള്ളൊരു മന്ത്രമാണ്. ഈ ഗുരുവന്ദന മന്ത്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് ഈ എന്താ പറയുക യജുർവേദീയമായിട്ടുള്ള ഈ തൈത്തിരീയ സംഹിതയിൽ വരുന്ന ഒരു വിശേഷപ്പെട്ട മന്ത്രമാണ്. ആ മന്ത്രം ചെല്ലുന്നത് ശരിക്കും ഏതും ഗുരുവന്ദനത്തിനും തുല്യമാണ്. അത് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നിട്ടുള്ളൊരു ഗുരുവന്ദനം തന്നെയാണ്. അതിനെ അട്ടം പിടിച്ച് മന്ത്രം ചെല്ലുക എന്ന് പറയും. അട്ടം ഒരു മുദ്ര പിടിക്കലാണ്, ചെവി ഇങ്ങനെ പിടിച്ചിട്ട് സുശർമാസി സുപ്രതിഷ്ഠാനോ ബൃഹദുക്ഷേതമാ ഏഷതേ യോനിർ വിശ്വേഭ്യസ്ത്വാ ദേവേഭ്യഃ. ഇങ്ങനെയാണ് ഭഗവാനോട് പറയണത്, ഭഗവാനെ അവിടുന്ന് സുമുഖനാണ്, കാണാൻ സുന്ദരനാണ്, സുമുഖനാണ്, നല്ല മുഖത്തോടു കൂടിയുള്ള പ്രസാദാത്മകമായ മുഖത്തോടു കൂടിയവനാണ്, ശോഭനനാണ്, ശോഭയോടു കൂടിയവനാണ്, നല്ല അടിസ്ഥാനത്തോടു കൂടിയവനാണ് സുപ്രതിഷ്ഠാനം എന്ന് പറയുന്നത്. ഭഗവാനെ പോലെ ഉറച്ചിട്ടുള്ള ഒരു ആള് പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ടാണ് ശിവസഹസ്രനാമത്തിൽ സ്ഥിരഹ എന്നൊരു നാമുണ്ട്. ബൃഹദുക്ഷേ, മഴ പെയ്യിക്കണവൻ, വർഷിക്കുന്നവൻ. എങ്ങനെ, എന്ത് വർഷം അത്? ശിഷ്യപ്പെട്ട് നിൽക്കണവനിൽ, അറിവ് തേടി വരണവനിൽ അറിവിന്റെ വർഷത്തെ ചൊരിയണവൻ, ജ്ഞാനവർഷം ചൊരിയണവൻ. അങ്ങേക്ക് വലിയ നമസ്കാരം, വലിയ നമസ്കാരം ഭഗവാൻ. അടിയൻ അങ്ങേക്ക് ജ്ഞാനത്തിനെ നിക്ഷേപിക്കാനുള്ള സ്ഥാനമാണ്, പാത്രമാണെന്ന് പറഞ്ഞു. അതാണ് ഏഷതേ യോനിർ വിശ്വേഭ്യസ്ത്വ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ദേവേഭ്യ, വിശ്വത്തിലുള്ള എല്ലാ ദേവന്മാർക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ ഈ സുശർമാസ സുപ്രതിഷ്ഠാനോ ബൃഹദുക്ഷേതമ എന്ന് പറഞ്ഞിട്ട് ചൊല്ലിയിട്ടാണ് നമ്മൾ സാധാരണ ഈ ധ്യാനം ആരംഭിക്കുന്നത്. അതൊരു വളരെ എന്താ പറയുക മഹത്തായിട്ടുള്ളൊരു മന്ത്രമാണ്. അത് മാത്രമായിട്ട് പഠിക്കുന്നത് ഗുരുവന്ദനം ചെയ്യാൻ വളരെ നല്ലതാണ്. യജുർവേദികൾക്കാണ് അത് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിലും വേദം എല്ലാവരുടെയും സ്വന്തം തന്നെയാണ്. ഇന്നിപ്പോ നമുക്ക് ഒരു കുലത്തിൽ ജനിച്ചാൽ മാത്രമേ വേദം ചെല്ലാൻ പാടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ട്. അത് മാറിക്കഴിഞ്ഞു, അതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞു. ഇപ്പൊ ഗായത്രി ഉപദേശിച്ച് വേദം ജപിക്കാനുള്ള അർഹത സമ്പാദിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എത്രയോ ആൾക്കാരത്, എത്രയോ ആചാര്യന്മാർ ഇന്നത് ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യത്തോട് കൂടിയിട്ട് ഉള്ള ആർക്കും, ജീവിത രീതി അതിനനുസരിച്ച് മാറ്റാൻ തയ്യാറായിട്ടുള്ള ആർക്കും, ചിട്ടയായിട്ടുള്ളൊരു ജീവിത രീതി കൊണ്ടുപോകാൻ പറ്റുന്ന ആർക്കും അത് പഠിക്കാവുന്നതാണ്, അനുവർത്തിക്കാവുന്നതാണ്. അപ്പൊ ശ്രീരുദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശംചമേ എന്നുള്ള മൂന്നാമത്തെ അനുഭാഗം, നമ്മുടെ ചമകത്തിൽ ശംചമേ മയശ്ചമേ എന്നുള്ള ആ ഭാഗം മാത്രം, ആ അനുഭാഗം മാത്രം ജപിക്കണം. അത് കഴിഞ്ഞ് ഈ ശംചമേ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മന്ത്രം കൂടി ഉണ്ട്. തൈത്തിരി ആരണ്യകത്തിൽ ഒരു മന്ത്രമുണ്ട്. യോ ദേവാനാം പ്രഥമം പുരസ്താദ്വിശ്വാധികോ രുദ്രോ മഹർഷി ഹിരണ്യഗർഭം പശ്യതി ജായമാനകും സനോ ദേവശുഭയാ സ്മൃത്യാ സംയുനക്തി. അത് എഴുതുമ്പോ സംയുനക്തി എന്ന് എഴുതാം. അവിടെ ഒരു സൗണ്ട്, അത് വേദം ചെല്ലുന്നത്, ഈ മന്ത്രങ്ങൾ ചെല്ലുന്നത് കേട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതൊക്കെ നെറ്റിൽ കിട്ടും. നെറ്റിൽ നിന്ന് എല്ലാം പഠിക്കാൻ പാടില്ല എന്നില്ല, മനസ്സിലാക്കാനായിട്ട് ഇതൊക്കെ പഠിക്കാം. ഒരു ഗുരുനാഥനെ കിട്ടിയാൽ വളരെ നല്ലത്. ഇതൊക്കെ ധാരാളം ഗുരുനാഥന്മാർ പകർന്നു കൊടുക്കുന്നുണ്ടെന്ന്. അതിന്റെ അർത്ഥം ഏതൊരു ദേവനാണോ എല്ലാ ദേവന്മാരിലും വെച്ചിട്ട് ആദ്യം ഉണ്ടായവൻ, അഗ്നിയുടെയും ഇന്ദ്രന്റെയും ഒക്കെ ജനനത്തിനു മുമ്പ് ജനിച്ചവൻ, ആ ഹിരണ്യഗർഭൻ, അവനെ സാക്ഷാത്കരിക്കണ ആ ദേവനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. ഏതൊരു ദേവനാണോ ഈ വിശ്വത്തിന് കാരണമായിട്ടുള്ളത്, ആ വിശ്വത്തിനേക്കാളും വലിപ്പമേറിയവനാണ് അവൻ. ഏതൊരുത്തൻ രുത്തിനാൽ, രുത്ത് എന്ന് പറഞ്ഞാൽ വൈദികമായിട്ടുള്ള ഒരു വാക്ക്, ആ രുത്തിനാൽ ആരെയാണോ നമുക്ക് കിട്ടുക, പ്രാപിക്കാൻ സാധിക്കുക, അറ്റൈൻ ചെയ്യുക,
ഏതൊരുത്തനാണോ അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് ദ്രഷ്ടാക്കളായിട്ടുള്ള ഋഷീശ്വരന്മാരിലൊക്കെ വെച്ചിട്ട് വലിയവൻ, വേദങ്ങളൊക്കെ അതീന്ദ്രിയമായിട്ടുള്ള ദ്രഷ്ടാക്കളാണ് കണ്ടെത്തിയത്. അതീന്ദ്രിയമായിട്ടേ നമുക്ക് മന്ത്രങ്ങളെ കണ്ടെത്താൻ പറ്റും. മന്ത്രങ്ങൾ ഉണ്ടാക്കിയതല്ല, അത് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് പിടിച്ചെടുത്താണ്, ആന്റിനെ വെച്ച് പിടിച്ചെടുക്കണ മാതിരി പിടിച്ചെടുത്തിട്ടുള്ള. അതുകൊണ്ടാണ് അവരെ ദ്രഷ്ടാക്കൾ എന്ന് വിളിക്കുന്നത്, ഋഷിമാരെ. ഇപ്പൊ വസിഷ്ഠ മഹർഷിയാണ് ത്രംബക മന്ത്രത്തിന്റെ, മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ. മൃത്യുഞ്ജയ മന്ത്രം നമ്മൾ ഇന്ന് പറയുന്നത് ശരിക്കും ത്രംബകം മാത്രമാണ്. അതിന്റെ 2 വരികൾ കൂടെ ഉണ്ട്, അതധികം ചെല്ലാറില്ല വേദത്തിലെ വൈദികമായിട്ടുള്ള മൃത്യുഞ്ജയ മന്ത്രത്തിൽ. അപ്പോ സകല ഋഷിമാരിലും വെച്ചിട്ട് മഹാനായവൻ. കാരണം ഭഗവാൻ തന്നെ എത്രയോ മന്ത്രങ്ങളുടെ ദ്രഷ്ടാവാണ്. അങ്ങനെയുള്ള പരമേശ്വരൻ മഹാദേവൻ നമ്മളെ ഈ സർവ സംസാരത്തിൽ നിന്നും നിവർത്തിക്കുന്ന ഏറ്റവും ശോഭനമായിട്ടുള്ള അവസ്ഥയെ തരണം. ആ ബ്രഹ്മജ്ഞാനത്തിനെ സദാ സ്മരിക്കണ അവസ്ഥയോട് കൂടിയവരാക്കിയിട്ട് മാറ്റട്ടെ എന്നാ പറഞ്ഞത്. അതായത് ബ്രഹ്മവിദ്യ കിട്ടാനായിട്ട് ഭഗവാനെ ഉപാസിക്കേണ്ട മന്ത്രം, മഹാദേവനെ ഉപാസിക്കേണ്ട മന്ത്രം ഇതാണ്. ഇതുകൊണ്ട് ഗുരുവായൂരപ്പനെ ഉപാസിക്കാം, ഒരു തെറ്റുമില്ല. ഇതിന് വേദത്തിൽ ശൈവം വൈഷ്ണവം എന്നൊന്നുമില്ല, അതൊക്കെ പിൽക്കാലത്ത് ആൾക്കാരുണ്ടാക്കിയതാണ്. യോ ദേവാനാം പ്രഥമം പുരസ്താദ് വിശ്വാദികോ രുദ്രോ മഹർഷി ഹിരണ്യഗർഭം പശ്യതി ജായമാനകം സനോ ദേവശുഭയാ സ്മൃത്യാ സന്തും യുനക്തി. ഈ മന്ത്രം. അപ്പൊ ഈ മന്ത്രവും ചൊല്ലിയിട്ട്, ശംശമേ എന്നുള്ള മന്ത്രം ചൊല്ലി, ആ ചമകത്തിന്റെ 3ാമത്തെ അനുഭാഗം ചൊല്ലിയിട്ട്, പിന്നെ ഈ മന്ത്രം ചൊല്ലിയിട്ട്, ഇത് കേരളീയ സമ്പ്രദായത്തിൽ വരുന്ന രീതി കേട്ടോ. തമിഴ്നാട്ടിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അതേമാതിരി നോർത്തിൽ പോകുമ്പോൾ പിന്നെയും വ്യത്യാസമുണ്ട്. ഞാൻ നമ്മുടെ കേരളത്തിലെ ഒരു രീതിയാണ് ഇപ്പോൾ ഏകദേശം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മുഴുവൻ നാമകം ചൊല്ലുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ചമകം ചൊല്ലുക. എന്താ പറയാ, അതിന്റെ ആ ഒരു ക്രമമുണ്ട്. അപ്പൊ ശ്രീരുദ്രം മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ശംശമേന്നുള്ള മന്ത്രം അനുവാദം മാത്രം ചെല്ലണം എന്നും വിധി. കൂടുതൽ തവണകൾ നമ്മൾ ജപിക്കുകയാണെങ്കിൽ, ശ്രീരുദ്രം ചെല്ലുകയാണെങ്കിൽ, അത് കഴിഞ്ഞിട്ടേ ശംശമേന്നുള്ള ആ മന്ത്രം ഓത്തെന്ന് പറയാ അനുവാദം ചെല്ലാൻ പാടുള്ളൂ. 3ാമത്തെ അനുവാദം അത്. അതേപോലെ തന്നെ കുറച്ച് ചെല്ലിയിട്ട് നമുക്ക് നിർത്തേണ്ടി വരുന്നു. അപ്പൊ നമ്മൾ ഈ ശംശമയെ ജപിച്ച് നിർത്തണം. അതൊരു സ്റ്റോപ്പ് ഇടുന്ന മാതിരി സ്റ്റാർട്ടിങ്ങിൽ വേണം. അതേമാതിരി തന്നെ വീണ്ടും ആരംഭിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ 100 പ്രാവശ്യം ചെല്ലാൻ തീരുമാനിച്ചു, 50 അപ്പം നിർത്തി പോയിട്ടൊന്ന് വരണ്ടി ഒന്ന് നിർത്തി പോകേണ്ടി വന്നു. അപ്പൊ ശംശമയെ ചൊല്ലി നിർത്തണം. വീണ്ടും തുടങ്ങുമ്പോൾ വീണ്ടും ശംശമേ വയശ്ചമേ പ്രിയം ചമേ അനുകാമശ്ചമേ അങ്ങനെ ചൊല്ലിയിട്ട് തുടങ്ങുമാണ്. അതേമാതിരി ഒരു ചൊല്ലിക്കൊണ്ടിരിക്കും, അതിന്റെ ഇടയിൽ നിർത്താൻ പാടില്ല. ആ മുഴുവനാക്കിയിട്ട് വേണം നിർത്താൻ. പിന്നെ ഒരു തുടങ്ങുന്നതിന് മുമ്പ് നിർത്തിയാലും കുഴപ്പമില്ല, പക്ഷെ പാതിക്ക് വെച്ച് മുറിക്കരുത്. അതേമാതിരി രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഭക്ഷണത്തിന് മുമ്പ് മാത്രമാണ് ഇവിടെ രുദ്രം ജപിക്കണ പതിവ്, വെറും വൈകിട്ട്. ഉദിച്ചതിന് ശേഷം എന്നാണ് വിധി കാണാറ്. പക്ഷെ ഉദയത്തിനും രാവിലെ അത് സാധാരണഗതിക്ക് വെറും വയറ്റിൽ ചെല്ലുക എന്നുള്ളതാണ് കൂടുതൽ അനുവർത്തിച്ചു വരുന്നത്. അധികാലത്തെ ചൊല്ലി തുടങ്ങാറ്. അതേപോലെ 11ാമത്തെ ഇതില് നമ്മുടെ ഈ ഋക്കില് 11ാമത്തെ അനുവാദം വരുമല്ലോ. ആ 11ാമത്തെ അനുവാദം വരുമ്പോൾ ആ 11ാമത്തെ അനുവാദത്തില് നമ്മള് ഈ വനാനി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഇടയിൽ വെച്ചിട്ട് മുറിക്കാൻ പാടില്ല. അത് ഇടയിൽ വെച്ച് മുറിച്ച് ചെല്ലാനും പാടില്ല. ശ്വാസം എടുക്കാൻ പാടില്ല, ശ്വാസം ബ്രേക്ക് ചെയ്യാൻ പാടില്ല. വനാനി എന്ന് പറഞ്ഞിട്ടുള്ള ആ എന്താ പറയുക അനുവാദം, ആ മന്ത്രം, ആ 11ാമത്തെ അനുവാദം, അത് ഞാൻ വൃത്തിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. വനാന്യുപസർപ്പന്തി ദേഭ്യോ വൃഷ്ടിരുദാജതേ എന്ന് പറഞ്ഞ് തുടങ്ങണ ഗ്രാമാന്യുപസർപ്പന്തി ദേഭ്യോ വ്യുഷ്ടിമുപാസതേ. ഈ ഇങ്ങനെ പോകുന്ന ആ ഭാഗം അവിടെ ബ്രേക്ക് ചെയ്യരുതെന്നാണ്. അത് രണ്ട് അന്തം കഴിയണത് വരെ എന്നാ പറയാ. വനാനി തുടങ്ങിയിട്ട് 2 അന്തം കഴിയണവരെ ഇടയിൽ മുറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ആ ചിട്ടയിൽ ജപിക്കുമ്പോൾ നമുക്കത് ആ ചെല്ലുന്നത് കേട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും.
ഇങ്ങനെയാണ് അത് ചെല്ലേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതേമാതിരി തന്നെ ചമകത്തിന് അഗ്നാവിഷ്ണുവും തുടങ്ങി അധിപതിശ്ച എന്ന് വരെയുള്ള ചമക മന്ത്രങ്ങളെ കൊണ്ടാണ് ഈ വസോർധാര ചെയ്യണത്. ഈ ഞാൻ പറഞ്ഞില്ല അതിരാത്രത്തിലും ഒക്കെ നെയ്യിനെ അങ്ങനെ നിർത്താതെ ഇങ്ങനെ വീഴ്ത്തുകയാണ്. കൃതാഹുതി അത് ബ്രാഹ്മണങ്ങളിൽ പറയേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. വസുക്കൾ എന്ന് പറഞ്ഞാൽ അനവധി ഐശ്വര്യങ്ങൾ, ധനം, അത് അതിന്റെ സമൃദ്ധിയുടെ രൂപത്തിലുള്ള വർഷമാണ് നമ്മുടെ മേലേക്ക്, നമ്മളെ അനുഗ്രഹിക്കുകയാണ്. അതാണ് വസോർധാര. ചമകത്തിലും 11 അനുഭാഗങ്ങൾ. അത് ഞാൻ പറഞ്ഞിട്ട് ചമേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അത് മുഴുവൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അത് ഭഗവാന്റെ സേവയ്ക്ക്, പ്രകൃതിയെ നമ്മൾ സന്തോഷിപ്പിക്കാനും ഭഗവാനെ നമ്മൾ ആരാധിക്കാനും വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് വേണ്ട വസ്തുക്കളുടെ മുഴുവൻ ഒരു ലിസ്റ്റാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ അതിരുദ്രം എന്നുള്ള വിഷയം ഇപ്പോൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ അതിരുദ്രം നടക്കാൻ പോകണമെന്ന് നമ്മൾ കേൾക്കണം. ചില വർഷങ്ങളിൽ കേൾക്കാം മഹാരുദ്രം നടക്കണമെന്ന് കേൾക്കാം. വലിയ വലിയ പല ശിവക്ഷേത്രങ്ങളും നടക്കുന്നു. പൊതുവിൽ ഏത് ശിവക്ഷേത്രത്തിലും രുദ്രാഭിഷേകം കാണും. ഭഗവാനെ ശ്രീരുദ്ര മന്ത്രം ചൊല്ലി അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രുദ്രത്തിന് 2 ഭാഗമുണ്ട്, നമക ചമകങ്ങൾ. നമ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഒക്കെ നമകങ്ങളും, ചമേ എന്ന് പറഞ്ഞു വരുന്നത് ചമകങ്ങളും. അതിൽ ഇത്ര മന്ത്രങ്ങളുണ്ട്. 166 മന്ത്രം നമകത്തിലും 332 എണ്ണം ചമകത്തിലും ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ അനുഭാഗത്തിലും എത്ര മന്ത്രങ്ങളെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ശ്രീരുദ്രം നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ശംജമേ മയശ്ചമേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം എന്നുള്ളത് പറഞ്ഞു. 3ാമത്തെ അനുഭാഗം അത് ശംജമേ തുടങ്ങിയിട്ട് സുദിനം ചമേ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുക. അത് കഴിഞ്ഞാൽ യോദേവാനം എന്നുള്ള മന്ത്രം പറഞ്ഞു. ഞാൻ നേരത്തെ അത് പറഞ്ഞു. അപ്പോ സാധാരണ അത് ചെല്ലേണ്ടത് എങ്ങനെയാച്ചാൽ ഒരു ഫുൾ തവണ 11 അനുഭാഗം നമകങ്ങളും ചെല്ലുകയാണ്. ആദ്യം ചെല്ലണം എങ്ങനെയാ വെച്ചാൽ ശംജമേ മയശ്ചമേ എന്നുള്ള ചമകത്തിന്റെ 3ാമത്തെ അനുഭാഗം ആദ്യം ചെല്ലണു. യോ ദേവാനാം യുനക്തി എന്നുള്ള മന്ത്രം പിന്നെ ചെല്ലണു. അത് കഴിഞ്ഞ് നമസ്തേ രുദ്രമന്യവ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നമകം മുഴുവൻ 11 അനുഭാഗങ്ങളും ചെല്ലുക. അത് കഴിഞ്ഞാൽ ചമകത്തിന്റെ 1ാമത്തെ അനുഭാഗം അഗ്നാവിഷ്ണു സജോഷസേ എന്നുള്ളത് ശരീരാണി ചമേ എന്ന് വരെ ചൊല്ലിയിട്ട് ചമകത്തിന്റെ 1 അനുഭാഗം ചെല്ലും. വീണ്ടും നമകം 11 അനുഭാഗം മുഴുവൻ ചെല്ലും. അത് കഴിഞ്ഞാൽ ജ്യേഷ്ഠം ചമ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് സുമതിശ്ചമേ എന്ന് പറഞ്ഞ് അവസാനിക്കണം ചമകത്തിന്റെ 2ാമത്തെ അനുഭാഗം ചെല്ലും. അത് കഴിഞ്ഞാൽ വീണ്ടും നമസ്തേ രുദ്രമന്യവ തുടങ്ങിയിട്ട് മുഴുവൻ നമകും ചെല്ലും. സാധാരണക്കാരിലേക്ക് വേദം എത്തിക്കാനുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഈ ഫേസ്ബുക്കും വാട്സപ്പിലും വരണ ഭക്തി പ്രസ്ഥാനങ്ങളുടെ കഥകൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല. പുറത്തിറങ്ങി അന്വേഷിക്കണം. കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിൽ തന്നെ വേദങ്ങൾ ഹിന്ദുക്കളിലേക്ക് എത്തിക്കുന്ന എത്രയോ സംരംഭങ്ങളുണ്ട്. അന്വേഷിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഫേസ്ബുക്കിൽ ലൈവും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. അന്വേഷിക്കണം. എൻ്റെ അടക്കമുള്ള ലൈവുകളാണ് ഞാൻ പറയുന്നത്. ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആചാര്യന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് വൃത്തിയായിട്ട് പഠിപ്പിക്കുന്നു. ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ ഓരോ തവണ മുഴുവൻ നമകം 11 അനുഭാഗവും ചൊല്ലിക്കഴിഞ്ഞാൽ ചമകത്തിന്റെ ഓരോ അനുഭാഗം ചൊല്ലി അങ്ങനെ 11 തവണയും 11 അനുഭാഗങ്ങളും ചമകത്തിന്റെ കവറി. അപ്പൊ ഈ എന്താ പറയുക, ഇപ്പൊ ശംജമേ സുദിനം ചമേ എന്നുള്ള 3ാമത്തെ അനുഭാഗം ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും നവകം മുഴുവൻ ചൊല്ലും. വീണ്ടും ഊർക്ഷമേ എന്ന് തുടങ്ങിയിട്ടുള്ള 4ാമത്തെ അനുഭാഗം ചൊല്ലും. വീണ്ടും നമകം 11 ചാപ്റ്ററുകളും ആ അനുഭാഗങ്ങൾ മുഴുവൻ ചൊല്ലും. വീണ്ടും അശ്മാചമേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അത് ഗതിശ്ചമേ എന്ന് പറയുന്ന 5ാമത്തെ അനുഭാഗം അതുവരെ ചൊല്ലി നിർത്തും. വീണ്ടും നമസ്തേ രുദ്രമന്യവേ തുടങ്ങിയിട്ട് നമകം മുഴുവൻ അങ്ങോട്ട് ചെല്ലും. പിന്നെ അഗ്നിശ്ചമേ തുടങ്ങിയിട്ട് ഇന്ദ്രശ്ചമേ എന്ന് പറഞ്ഞ് അവസാനിക്കണ വരെയുള്ള 6ാമത്തെ അനുഭാഗം ചെല്ലും ചമകത്തിന്റെ. ഇങ്ങനെ ചമകത്തിന്റെ ഓരോ അനുഭാഗത്തിനും ഓരോ ഫുള്ള് നമകത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഇൻസർട്ട് ചെയ്ത് വരുമ്പോ ഒരു രുദ്രി എന്ന് പറയും. ഒരു രുദ്രി ഇത്രയും ചൊല്ലി അഭിഷേകം ചെയ്യുന്നതാണ് ഒരു രുദ്രി അഥവാ ഏകാദശിനി. ഒരാൾക്ക് ഒരു ദിവസം ജപിക്കാൻ പറ്റണ ആണിത്. ഒരാൾക്ക് ഒരു ദിവസം ജപിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ജപിക്കും. ശിവലിംഗത്തിന്റെ മുകളിൽ ഒരു ധാരാപാത്രം കെട്ടി വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് അതിൽ തൊട്ടോണ്ടാ ജപിക്കുക. ഭഗവാൻ ഇതിന്റെ അവസാനത്തിൽ ഒരു ചെറിയ പൂജ ഉണ്ടാവും, ഒരു നേദ്യം ഉണ്ടാവും.
അപ്പൊ 11 നമകവും ഒരു ചമകവും ഈ ചമകത്തിന്റെ 11 അനുഭാഗങ്ങൾ ഇടയിൽ ഇൻസർട്ട് ചെയ്ത് പോകും. 11 നമകവും ഒരു ചമകവും. അതാണ് ഒരു രുദ്രി അഥവാ ഏകാദശിനി. ഇതാണ് സാധാരണ നമ്മൾ രുദ്രാഭിഷേകം എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രങ്ങളിൽ നടത്താം, അല്ലെങ്കിൽ വീട്ടിൽ നടത്താം. വീട്ടിൽ ശിവലിംഗങ്ങൾ ഉള്ളവർക്ക് ചെയ്യാം. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് ശ്രാവണ മാസത്തില് എല്ലാ ദിവസവും 29 ദിവസവും ഡെയിലി കാലത്ത് ഇത് ചെയ്യും. ഇത് ചെയ്തിട്ട് അവസാനത്തെ ദിവസം രുദ്രഹോമത്തോട് കൂടിയിട്ട് ചെയ്യും. ഹോമത്തോട് കൂടിയിട്ട് എന്നിട്ട് അന്നദാനം ചെയ്യും. അങ്ങനെ അത് അവസാനിപ്പിക്കും. അതിനെ രുദ്രാഭിഷേകം, അത് കർണാടകത്തിലൊക്കെ ഉണ്ട് ആ സിസ്റ്റം. നമുക്കാണ് ഇതില്ലാത്തത്, വീടുകളിൽ ചെയ്യും. ഇനി ഇതിന്റെ അടുത്ത പ്രോഗ്രഷനാണ് ലഘുരുദ്രം അഥവാ ഏകാദശ രുദ്രം. 11 രുദ്രികൾ ചേർന്നാൽ 11 രുദ്രികൾ ചേർന്നാൽ ഒരു ലഘുരുദ്രായി. അതായത് ഒരു രുദ്രിക്ക് ഒരാളാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ പറഞ്ഞു തന്നു. ഇവിടെ 11 ആൾക്കാർ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഒരാൾ ഇരുന്നിട്ട് 11 ദിവസം, ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം 11 പേര് ഇരുന്നിട്ട് ഒറ്റടി അടിച്ചു കഴിഞ്ഞാൽ 11 രുദ്രികൾ കിട്ടും. അപ്പൊ ഏകാദശ രുദ്രായി. അല്ലെങ്കിൽ ഒരാൾ തനിയെ ചെയ്യണമെങ്കിൽ 11 ദിവസം ഇരുന്ന് അഭിഷേകം ചെയ്യണം. 11 എന്നുള്ള ഏകാദശ രുദ്രന്മാര് പ്രധാനപ്പെട്ട 11 രുദ്രന്മാരായതുകൊണ്ട് ധാരാപാത്രത്തിൽ 11 ആൾക്കാർക്കും നിന്നിട്ട് തൊട്ട് ജപിക്കാൻ പറ്റില്ല ശ്രീകോലുകളുടെ അകത്ത്. അപ്പൊ എന്ത് വെച്ചാൽ അതിൽ ദർഭപ്പുല്ല് കെട്ടിയിട്ട് അതിന്റെ അറ്റം തൊട്ടിട്ട് ജപിക്കും. അങ്ങനെ ദർഭ വഴി എത്ര പേർക്ക് വേണമെങ്കിലും ബന്ധിപ്പിച്ചിട്ട് ശിവലിംഗത്തിന്റെ മുകളിലെ ധാരാപാത്രത്തിലേക്ക് ബന്ധിപ്പിച്ചിട്ട് ജപിക്കാം. ഒറ്റ തവണ പൂജ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നേദ്യം അത് മതി. അപ്പൊ അവിടെ ജപസംഖ്യ വരിക നമകം 11 × 11 121 ഒരു ചമകം ഒരു വെച്ചിട്ട് 11 പേര് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 11 ആവർത്തി വരുമ്പോൾ അത് 11. അപ്പൊ 121 നമകവും 11 ചമകവും അവിടെ ജപിക്കപ്പെടും അഭിഷേകത്തിന്. ഇങ്ങനെ 11 ലഘുരുദ്രം ചേരുമ്പോ ഒരു മഹാരുദ്രൻ, അതായത് 11 പേര് 11 ദിവസം 11 ഒരു വീതം ചെയ്യാം. അപ്പൊ നമുക്ക് എത്രയും 121 × 11 1331 1331 ടൈംസ് നമകം ചെല്ലിപ്പെടും ഇത്രയും ദിവസം കൊണ്ട്. ചമകം 11 × 11 121 പ്രാവശ്യമുണ്ട്. അവിടെ വരുമ്പോ മഹാരുദ്രത്തിൽ വരുമ്പോ എന്താ വെച്ചാൽ ഇത് നേരിട്ട് തൊട്ട് ജപിക്കൽ നടക്കില്ല. 11 കലശങ്ങൾ വെച്ച് 11 ദ്രവ്യങ്ങൾ ജപിച്ച് അഭിഷേകം ചെയ്യും. വെള്ളം മാത്രമായിട്ടും ചെയ്യാം, 11 ദ്രവ്യം വെച്ചിട്ടും ചെയ്യാം. ഹോമം ഉണ്ടാവും. അത് മാത്രമല്ല, ഇതിന്റെ അവസാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വസോർധാരയുണ്ട്. 11 കുടം 11 ദ്രവ്യങ്ങള് നിറച്ചിട്ട് കളം വരച്ച് പത്മമിട്ട് അതിൽ വെച്ച് പൂജ കഴിക്കും. അതിനെ 11 പേര് തൊട്ട് ജപിച്ചിട്ട് ഭഗവാൻ അഭിഷേകത്തിന് കൊടുക്കണം. കിഴക്കോട്ട് നോക്കിയിട്ട് വേണം അർച്ചിക്കേണ്ട ആളിരിക്കാൻ. അതേമാതിരി തെക്ക് പടിഞ്ഞാറ് വശത്ത് നിരൃതി കോണിലായിട്ടാണ് ഹോമം ഉണ്ടാവുക. അതിന് ഉപയോഗിക്കണ ദ്രവ്യങ്ങള് 11 ദ്രവ്യങ്ങള്. തൈലേന പഞ്ചഗവ്യേന തഥാ പഞ്ചാമൃതേന ച ഹൃദയന പയസാ ദധ്ന മതിരിക്ഷുരസേന ച ജംബീരൈർ നാളികേരൈശ്ച തഥാ ശുദ്ധോദകേന ച. ഇങ്ങനെയാണ് അതിന്റെ ഈ ക്രമം പറഞ്ഞു പോണം. ഇത് വിശേഷമായിട്ടുള്ള ദ്രവ്യങ്ങളാണെല്ലാം. തൈലം എന്ന് പറയുമ്പോൾ എള്ളെണ്ണയാണ്. തിലം എള്ളിന്ന് എടുക്കണതേ തൈലാവുള്ളൂ ശരിക്കും. തിലത്തുനിന്ന് എടുക്കണത് തൈലം. പിന്നെ പഞ്ചഗവ്യം. എന്താ പഞ്ചഗവ്യം? ഗോമൂത്രം നിജവാഞ്ചയാ പരിമിതം
മൂത്രാർദ്ധകം ഗോമയം ക്ഷീരം സപ്തഗുണം ദധിത്രിഗുണിതം ഗോമൂത്രമാത്രം കൃതം. ഗോമൂത്രം ഏകദേശം 1 ലിറ്റർ എടുത്താൽ അതിന്റെ റേഷ്യോയിലാണ്, ഇപ്പൊ മോഡേൺ കണക്കാണ് 1 ലിറ്റർ. ഗോമൂത്രത്തിന്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടുമാണ് ബാക്കി എല്ലാ ഇതിന്റെ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യണം. ഗോമൂത്രം 1 ലിറ്റർ ആണെങ്കിൽ ചാണകം ഗോമയം 1/2 ലിറ്റർ കണക്ക്. പാല് ക്ഷീരം പറഞ്ഞു 7 ലിറ്റർ പാല്. തൈര് 3 ലിറ്റർ. ഒരു അരപ്പ നെയ്യ് 1 ലിറ്റർ. അപ്പൊ ടോട്ടല് 12 ലിറ്റർ പഞ്ചഗവ്യം കിട്ടും. 1 അരിയും 7 3 1 12 ലിറ്റർ കൃത്യമായിട്ട് അളവിലെടുത്തിട്ട് വലിയ പാത്രത്തിൽ ഒഴിച്ചു ചേർക്കണം. അത് മന്ത്രം ചൊല്ലിക്കൊണ്ട് ഒഴിക്കും. മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് പഞ്ചഗവ്യം കൂട്ടുന്നത്. ഇപ്പൊ ഗുരുവായൂരപ്പന് മണ്ഡലകാലം മുഴുവൻ ദിവസവും പഞ്ചഗവ്യ അഭിഷേകം ഉണ്ട്. ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, മഹത്തായിട്ടുള്ള ശുദ്ധിയാണ്. ആ പഞ്ചഗവ്യം പ്രസാദമായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് അല്പമെങ്കിലും സേവിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ശരീരത്തിൽ കൂടെ ഒഴുകി വന്നിട്ടുള്ള സേവിച്ചു കഴിഞ്ഞാൽ സകല രോഗ നിവൃത്തിയാണ്. ഭക്തർക്കൊക്കെ പുറത്ത് കൊടുക്കുന്നുണ്ട്. തെക്ക് വശത്താണ് സാധാരണ കൊടുക്കാറ്. ഓരോന്നിനും മന്ത്രങ്ങൾ. പ്രാഹുസ്തത് സവിതുർവരേണ്യമിതി ഗന്ധദ്വാരപൂർവാം തഥാ ആപ്യായസ്വേതി ധരീതി തേജ ഇതി ഗോമൂത്രാദി മന്ത്രാൻ ക്രമാൽ. അതായത് ഗോമൂത്രം ഒഴിക്കുമ്പോൾ തത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോമൂത്രം ഒഴിക്കേണ്ട പാത്രത്തിലേക്ക്. പിന്നെ നമ്മൾ ശ്രീസൂക്തത്തിലുള്ള ഒരു മന്ത്രമുണ്ട്. ഗന്ധദ്വാരാം ദുരാദർശാം നിത്യപുഷ്ടാം കരീഷിണി ഈശ്വരീം സർവഭൂതാനാം താമിഹോപഹ്വേശ്രിയം. ചാണകം ചേർക്കണ മന്ത്രം അതാണ്. ഇതൊന്നും കേട്ടിട്ട് രസം തോന്നണ്ടാവും നിങ്ങൾക്ക്. ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ. ആപ്യായസ്വസമേതുതേ വിശ്വതസോമവൃഷ്ടിയം ഭവാവാചസ്യ സംഖ്യതേ. പാല് ചേർക്കാനുള്ള മന്ത്രമാണ്. തൈര് ചേർക്കുമ്പോ ദതിക്രാവിണ്ണോ അകാരിഷം ജിഷ്ണോ രശ്വസ്യവാചിന സുരവിനോ മുഖാകരത്പ്രണ ആയുഷി താർഷൽ. ഇതൊന്നും ഞാൻ സ്വരത്തോടെ അല്ല ചെല്ലുന്നത്, മന്ത്രം ജസ്റ്റ് പറഞ്ഞു പോകണം. ഇതൊക്കെ വേദമന്ത്രങ്ങളാണ്. ഇതാണ് തൈര് ചേർക്കുമ്പോ ചെല്ലുന്ന മന്ത്രം. നീ നെയ്യ് ഒഴിക്കുമ്പോഴോ തേജോസി തേജോനുപ്രേഹി അഗ്നിഷ്ടേ തേജോമാ വിനയീരഗ്നേർ ജിഹ്വാസി സുഭുർദേവാനാം ധാമ്നേ ധാമ്നേ ദേവേഭ്യോ യജുഷേ യജുഷേ ഭവ ശുക്രമസി ജ്യോതിരസി തേജോസി. ഗുരുവായൂരപ്പ. അത് കഴിഞ്ഞാൽ പഞ്ചാമൃതം കൂട്ടണം. പഞ്ചാമൃതം പറഞ്ഞിട്ടുണ്ടല്ലോ, തൈലേന പഞ്ചഗവ്യേന തഥാ പഞ്ചാമൃതേന ച. ഈ പഞ്ചാമൃതത്തിന്റെ കണക്കും കൂടെ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഇതിൽ ഓരോരോ ഐറ്റങ്ങള് എടുക്കണ സമയത്ത് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഒരു ഈ ലിസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇതിൽ പഞ്ചഗവ്യം എടുക്കാൻ പറഞ്ഞിട്ട് കണക്കാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ അതിന് വേണ്ട മന്ത്രങ്ങൾ പറഞ്ഞു. പഞ്ചഗവ്യം കൂട്ടുമ്പോൾ ഉപയോഗിക്കേണ്ട അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസും കൂട്ടുമ്പോൾ നമ്മൾ ചെല്ലേണ്ട മന്ത്രങ്ങൾ പറഞ്ഞു. പഞ്ചാമൃതം കൂട്ടേണ്ടതിന്റെ പറയണതിന് മുമ്പ് ബാക്കിയുള്ള ദ്രവ്യങ്ങൾ ഏതൊക്കെയാ പറഞ്ഞു. പഞ്ചഗവ്യം പഞ്ചാമൃതം കൂടാണ്ട് നെയ്യ് വേണം. ഗുരുവായൂരപ്പ. പയസ് പാലുകൊണ്ട് ഉണ്ടാക്കണതാകിയാൽ, പയസ് കൊണ്ട് ഉണ്ടാക്കണതാകിയാൽ പായസം. അതാണ് ഇവിടെ പയസ് പാല്, ദധി തൈര് വേണം, മധു തേൻ, ഇക്ഷുരസം കരിമ്പിന്റെ ചാറ്, കരിമ്പിൻ ജ്യൂസ്, കരിമ്പിന്റെ നീര്, ചെറുനാരങ്ങയുടെ നീര് ആണ് ജംബീരം. നേരത്തെ ഞാൻ പറഞ്ഞ ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞത്. പിന്നെ ഇളനീര്, നാളികേരം, ശുദ്ധോദകം എന്ന് പറഞ്ഞാൽ നല്ല ഉദകം ച വെള്ളം, ശുദ്ധജലം, ശുദ്ധമായിട്ടുള്ള ജലം. വെള്ളത്തിന് പകരം ചിലയിടങ്ങളിൽ കളഭം ഉപയോഗിക്കും. ചിലവര് അഷ്ടഗന്ധം ഇട്ടിട്ടുള്ള അഷ്ടഗന്ധം ഇട്ട ജലം ഉപയോഗിക്കും. അത് ഓരോ സ്ഥലത്ത് ആചാര്യന്മാർ നിശ്ചയിക്കുന്ന അനുസരിച്ചിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ പഞ്ചാമൃതം എന്താന്നുള്ളത് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാം പഞ്ചാമൃതം. പഴനി പോകുമ്പോൾ പഞ്ചാമൃതം കഴിക്കും. ഈ പഞ്ചാമൃതം ശരിക്ക് വിഗ്രഹത്തില് നേദിക്കാനുള്ളതല്ല, അഭിഷേകം ചെയ്യാനുള്ളതാണ്.
അതിനൊരു ആഗിരണ ശേഷിയുണ്ട്. വിഗ്രഹത്തിന്റെ തേജസ്സിനെ വലിച്ചെടുക്കുന്നത്, ആ വിഗ്രഹത്തിന്റെ ചൈതന്യത്തിനെ മാത്രമല്ല വിഗ്രഹത്തിലുള്ള ഔഷധ ഗുണത്തിനെ വലിച്ചെടുക്കണം. ഇപ്പൊ ചില വിഗ്രഹങ്ങൾ വളരെ വിശേഷമാണ്. ഇപ്പൊ പഴനിയിലെ വിഗ്രഹം നവപാഷാണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ തിരുച്ചെങ്കോട്ട് മലയിലെ ശിവൻ വെളുത്ത നവപാഷാണമാണ്. അതിനൊക്കെ പഞ്ചാമൃതം കൊണ്ട് ആടുമ്പോ അതിനെ എടുത്തിട്ട് പൊടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹം ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ അംശം എടുത്തിട്ട് ഭക്തരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചാമൃതം ഉണ്ടാക്കുക. പഞ്ചാമൃതം നേദിക്കണേനെക്കാട്ടിലും കൂടുതൽ അഭിഷേകത്തിനെ വേണ്ട. അതിൽ തേനുണ്ടാവും, പാലുണ്ടാവും, നെയ്യുണ്ടാവും, കദളിപ്പഴം ഉണ്ടാവും, ശർക്കര ഉണ്ടാവും. ഇതാണ് നമ്മുടെ 5 അമൃതുകൾ. ഇവിടെ ശർക്കര വെല്ലം ആണ്, പഞ്ചസാര ചേർക്കണ സ്ഥലങ്ങളുണ്ട്. ചില ഇടങ്ങളിൽ ഈന്തപ്പഴം കുഴച്ച് ചേർക്കും. ഇവിടെയൊക്കെ ഈന്തപ്പഴം കൂടെ കുഴച്ച് ചേർക്കാറുണ്ട്. മുരുകന് പഴനിയില് കദളിപ്പഴത്തിന് പകരം വിരൂപാക്ഷി എന്ന് പറഞ്ഞ പഴമാണ് ചേർക്കുക. ആ വിരൂപാക്ഷി പഴത്തിന്റെ ഗുണം എന്താ വെച്ചാൽ പഞ്ചാമൃതം കേടേ വരില്ല, കുറെ കാലം ഇരിക്കും പഞ്ചാമൃതം. ഞങ്ങളിവിടെ കൽപ്പാത്തിയിൽ കാവടി പൂജയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് നടന്നു പോകും. 400 പേരോളം ഇവിടുന്ന് നടന്നു പോകണ പതിവുണ്ട് എല്ലാ വർഷവും. അപ്പൊ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കും, അവിടെ പഴനി പോയിരുന്നിട്ട് നമ്മൾ ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്നത് വെള്ളം തൊടാണ്ട് ഉണ്ടാക്കുന്നത് 6 മാസം വരെയൊക്കെ ഇരിക്കാറുണ്ട്, ചിലത് 1 വർഷം വരെയൊക്കെ ഇരിക്കാറുണ്ട്. പഞ്ചാമൃതം കേടേ വരില്ല, ഭഗവാൻ അഭിഷേകം ചെയ്ത് മേടിച്ചു കഴിഞ്ഞാൽ. അതിൽ വിരൂപാക്ഷി എന്ന് പറഞ്ഞ പഴം ചേർക്കുക. നമ്മൾ ഇവിടെ കേരളത്തിൽ തേൻ, പാല്, നെയ്യ്, കദളിപ്പഴം, ശർക്കര ഇതൊക്കെയാണ് ചേർക്കുക. ഓരോ ദിവസത്തെയും ജപം കഴിഞ്ഞു കഴിഞ്ഞാൽ ദ്രവ്യങ്ങളെ ആഘോഷമായിട്ട് അങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ശിരസിൽ അങ്ങോട്ട് ആടുകയാണ്, അഭിഷേകം ചെയ്യണം. അപ്പോൾ ഈ പഞ്ചഗവ്യവും അതേപോലെ തന്നെ എന്താ പറയുക, ഈ കരിമ്പുനീരും ഇളനീരും നെയ്യും തേനും ഒക്കെ അഭിഷേകം ചെയ്യും ഭഗവാൻ. ആ അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ദിവസം ഹോമത്തിൽ ഒരു വസോർധാര നടക്കും. ആ വസോർധാര കഴിഞ്ഞിട്ട് ആ ഹോമത്തിന്റെ സംവാദം, അതായത് നമ്മൾ മുന്നിൽ വെച്ച് ചെറിയ പാത്രം വെച്ചിട്ട് അതിൽ അല്പം തൊട്ടിട്ടല്ലേ ഹോമിക്കാൻ കണ്ടിട്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എളുപ്പം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാണ്, അറിവുള്ള ആൾക്കാർ ശ്രമിക്കുക. ഈ ഒരു ചെറിയൊരു കിണ്ണത്തില് ഇങ്ങനെ വലിയ നീളത്തിലുള്ള നമ്മൾ സുർവം എന്ന് പറയുന്നത് വെച്ചിട്ട് ഇങ്ങനെ തൊട്ടിട്ട്, ഞാൻ പരശുരാമസ്വാമിയുടെ കഥ പറഞ്ഞപ്പോൾ സുർവം കാണിച്ചു തന്നിരുന്നു എന്താ സുർവം എന്ന്. ആ സുർവം കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ടാണ് കുറച്ചിങ്ങനെ അതിൽ ഇറ്റിച്ചിട്ട് അവിടേക്ക് മന്ത്രം ചൊല്ലിയിട്ടാണല്ലോ ഹോമിക്കുന്നത്, വീണ്ടും ഇതിലാക്കും. അങ്ങനെ ഈ ഒരു ക്രമത്തിൽ അപ്പൊ ആ പാത്രത്തിലാണ് ഉണ്ടാവുക. അത് സംവാദം. ആ സംവാദം കൊണ്ട് ഭഗവാനെ സ്പർശിക്കും. അപ്പൊ ഭഗവാൻ ആ ചൈതന്യത്തിനെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. അതിരുദ്രത്തിന് മുമ്പുള്ള കൊല്ലങ്ങളിൽ മഹാരുദ്രം നടത്തുന്ന രീതിയിലാണ് ഇവിടെ ഒരു അതിരുദ്രം കഴിഞ്ഞ്, അതായത് ആദ്യം 11 കൊല്ലം മഹാരുദ്രം നടത്തി 12ാം കൊല്ലം അതിരുദ്രം നടത്തുക, വീണ്ടും 11 കൊല്ലം മഹാരുദ്രം നടത്തുക, പിന്നെ 12ാം കൊല്ലം അതിരുദ്രം നടത്തുക. ഈ ഒരു ക്രമത്തിലാണ് ചെയ്തു വരുന്നത്. ഇപ്പം മമ്മിയൂര് ഇപ്പൊ 3ാമത്തെ അതിരുദ്രായി. അപ്പോ ഈ മഹാരുദ്രത്തിന്റെ ചടങ്ങുകളുടെ ഒരു ക്രമമാണ് ഇപ്പൊ പറഞ്ഞത്. മഹാരുദ്രം ഞാൻ പറഞ്ഞു, 11 ലഘുരുദ്രം ചേർന്നത്, അതായത് ഒരാൾ ഒരു ദിവസം ഇരുന്ന് ചെല്ലാൻ ഒരു തവണ ചെയ്യാൻ പറ്റണ 11 നമകും ഒരു ചമകവും ചൊല്ലിയാൽ ഒരു രുദ്രി അഥവാ ഏകാദശിനി. അങ്ങനെ 11 രുദ്രി ചേർന്ന ഒരു ലഘുരുദ്രം അഥവാ ഏകാദശി രുദ്രം. അങ്ങനെ 11 ലഘുരുദ്രം അഥവാ 11 ഏകാദശി രുദ്രം ചേർന്ന ഒരു മഹാരുദ്രം. അത് 11 ദിവസം 11 പേര് 11 വീതം ചെയ്യണമാണ്. അതിന്റെ അടുത്ത പ്രോഗ്രഷനാണ് മഹാരുദ്രത്തിന്റെ 11 ഇരട്ടിയാണ് അതിരുദ്രം. 11 ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ്. 11 സ്ഥാനങ്ങളിൽ 11 പേര് ഇരുന്നിട്ട് 11 സ്ഥലത്തും പത്മവും പൂജയും നടത്തിയിട്ട് 11 വീതം കലശങ്ങൾ വെച്ചിട്ട്, അപ്പൊ 121 ഋത്വികള് വേദജ്ഞന്മാരവിടെ വേണം. അവര് 11 ദിവസം 11 വീതം ശ്രീരുദ്രം ജപിക്കും. അങ്ങനെ വരുമ്പോ 121 × 121 14,641 പ്രാവശ്യം നമകം ചെല്ലണം. ചമകം 121 × 11 1331 പ്രാവശ്യം ഒരൊറ്റ ഹോമം. അവസാന ദിവസം ഹോമം വസോർധാരയാണ്. അതിരുദ്രം അവസാനിക്കുമ്പോ ഇത് ചൊല്ലിയിട്ടാണ് വസോർധാര ചെയ്തിട്ട് അവസാനിപ്പിക്കുക. വസോർധാരയ്ക്ക് ചമകോണ മന്ത്രം, ഇതൊക്കെ മമ്മിയൂര് വന്നാൽ കാണാൻ പറ്റും. എനിക്ക് വേണം അവസാനത്തെ ദിവസം ജനുവരി 6 6-ാം തീയതി ആയിരിക്കും വസോർധാര ഉണ്ടാവും. അപ്പൊ ഈ ക്രമത്തിലാണ് ഏകദേശം നമുക്ക് എന്താ പറയുക ഇതിന്റെ ഇത് പോകുന്നത്. ഇതിന്റെ ഒരു ക്രമം ഏകദേശമായിട്ട് പോകുന്നത് ഈ വിധാണ്.
ഭഗവാന്റെ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ട് വളരെ വിശാലമായിട്ട് ശാല ഉണ്ടാക്കി, ആ ശാലയിൽ വേണം, യജ്ഞശാല ഉണ്ടാക്കി അവിടെയാണ് ചെയ്യുന്നത്. അത് വളരെ വൃത്തിയായിരിക്കണം, ശുദ്ധമായിരിക്കണം, അത് അലങ്കരിക്കണം. അങ്ങനെയൊക്കെയാണ്. ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണത്തെയും ദിവസത്തെയും ജപം കഴിഞ്ഞാൽ കലശങ്ങളെ അകത്തേക്ക് എഴുന്നള്ളിക്കും. ആ എഴുന്നള്ളിക്കുന്ന സമയത്ത് എഴുന്നള്ളിച്ചിട്ട് വേണം അഭിഷേകം ചെയ്യാൻ. അപ്പൊ ആ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാനുള്ള വഴി കൃത്യമായിട്ടുണ്ടാവണം. എന്നാൽ അതേ സമയത്ത് തൊഴാൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് അത് കാണാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാവണം. ഈ വിധത്തിൽ വേണം അത് ക്രമീകരിക്കാനെന്നാ. ശുദ്ധമായിട്ട് വേണം അകത്തേക്ക് വേണം. അപ്പൊ ഭക്തരുടെ മേലെ തട്ടാനൊന്നും പാടില്ല. ഭക്തർ വന്നിട്ട് ദേഹത്ത് തട്ടിയാൽ അത് മൊത്തം അശുദ്ധമായി പോകും. അപ്പൊ ആ എഴുന്നള്ളിക്കാനുള്ള ഭാഗത്ത് കറക്റ്റ് ആയിരിക്കും ശ്രീകോവിലിന്റെ അകത്തേക്ക്. ഇത് തുടങ്ങുന്നതിന് ഒരു 2 ദിവസത്തോളം മുമ്പ് പ്രാസാദത്തിന്, ക്ഷേത്രത്തിന് ശുദ്ധി. ഇപ്പൊ നമ്മൾ സഹസ്രകലശത്തിനൊക്കെ പ്രാസാദ ശുദ്ധി ചെയ്യും. അതേ പ്രാസാദത്തിന് ഒരു ശുദ്ധി ഉണ്ട്. അതുമാതിരി തലേ ദിവസം രാവിലെ ആയിട്ട് തന്ത്രി നമ്പൂരിപ്പാട് വന്നിട്ട് ബിംബശുദ്ധിയും ചെയ്യും. അങ്ങനെ ദേവൻ അതിന് തയ്യാറായിട്ട് ഞാൻ റെഡിയായി, നാളെ തൊട്ട് അങ്ങോട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. അപ്പൊ തലേ ദിവസം ആചാര്യവരണം. ഞാൻ ഇന്നലെ വരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭരണത്തിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ആചാര്യവരണം. പ്രധാനപ്പെട്ടിട്ടുള്ള ആളെ, അർച്ചിക്കേണ്ട ആളെ, അതായത് തന്ത്രി, നമ്മുടെ അവിടെ തന്ത്രി, കേരള സമ്പ്രദായത്തിൽ തന്ത്രി, ആ പ്രധാന അർച്ചകനെ അവിടെ നിശ്ചയിക്കുന്നു. മറ്റു ചില ക്ഷേത്രങ്ങളിൽ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആചാര്യന്മാരാക്കാറുണ്ട്. അവരെ കൂറയും പവിത്രവും കൊടുത്തിട്ട് ഭരിക്കുകയാണ് ചെയ്യുക, നിയമിക്കുക, അപ്പോയിന്റ് ചെയ്യുക. അതൊക്കെയാണ് അതിന്റെ അർത്ഥം. ഗണപതി ഭഗവാന് പൂജ കൊടുത്തിട്ട് ഒരു നേദ്യം കൊടുത്തിട്ടാണ് ആചാര്യഭരണം നടത്തുക. അത് കഴിഞ്ഞാൽ ഇത് നടത്തേണ്ട മണ്ഡപത്തിന്റെ ശുദ്ധി, ആ മണ്ഡപശുദ്ധി നടത്തുക എന്ന് പറയും. അത് കഴിഞ്ഞാൽ യജ്ഞശാലയിൽ തിരിതെളിക്കും. പിന്നെ ഒരുക്കങ്ങളാണ്. 11 തരത്തിലുള്ള പത്മങ്ങൾ ഇടും. 11 തരത്തിൽ പത്മങ്ങൾ ഇടും. 11 പത്മങ്ങൾ ഇട്ട് വയ്ക്കും. ആ പത്മങ്ങൾക്കൊക്കെ കണക്കുണ്ട്, ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. മഞ്ഞപ്പൊടിയും അരിപ്പൊടിയും ചേർത്തിട്ടിടുക. നമ്മൾ ഈ കണ്ടു കഴിഞ്ഞാൽ ഹിന്ദു പത്രത്തിലൊക്കെ പണ്ട് നമ്മൾ ഈ പദപ്രശ്നം കണ്ടിട്ടില്ലേ, ക്രോസ് വേർഡ്സ് പദപ്രശ്നത്തിന്റെ ഓരോ ചതുരത്തിൽ മഞ്ഞയും വെള്ളിയും ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഒരു ലോഞ്ചിറ്റ്യൂഡിനലി ഒരു വെർട്ടിക്കലി നീണ്ടിട്ട് ഒരു റെക്ടാങ്കിൾ ലുക്കിലുള്ള ഒരു എന്താ പറയാ, ഒരു റെക്ടാങ്കിൾ ലുക്കിലുള്ള ഒരു ഇതായിരിക്കും. ഒരു മിനിറ്റ്, ഞാൻ ഫോണിന്റെ സ്പീക്കർ ഓഫ് ആക്കാൻ മറന്നു. ആ റെക്ടാങ്കിൾ ലുക്കിലുള്ള പത്മം 11 ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിലൊക്കെ നെല്ല് വിരിക്കും. അതിന്റെ മുകളിൽ ദർഭയിടും. ദർഭ ഇട്ടിട്ട് പീഠം വെക്കുക പറയും, വസ്ത്രം വിരിച്ചു വെക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ അരി, ആ അരി നിരത്തി വെച്ചിട്ട് അതിലാണ് കലശങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. കലശങ്ങളൊക്കെ അതിൽ ഇങ്ങനെ വെക്കും. ചതുരത്തിന്റെ ഈ കളത്തിന് പകരം ചില സ്ഥലങ്ങളിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനുള്ള ഒരു ഭംഗിക്കോ അല്ലെങ്കിൽ സ്ഥലം തികയാത്തോണ്ടോ വട്ടത്തിലിടും പത്മം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിരുതി കോണില് ഗണപതി സ്ഥാനം കന്നിമൂലയാണ്. അവിടെയാണ് ഹോമത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ ഹോമമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. 121 വെള്ളിക്കലശങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് കഴുകി ശുദ്ധാക്കി അതിൽ വെള്ള നൂലൊക്കെ ചുറ്റി, മൃത്തിക മതി, മണ്ണിന്റെ മതി. പക്ഷെ നമ്മൾ അതിന് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളിക്കലശങ്ങൾ ചുറ്റിയിട്ട് തന്നെയാണ്, വെള്ളിക്കലശങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുക. സമ്പത്തുള്ള ക്ഷേത്രങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിൽ വെളുത്ത നൂലൊക്കെ ചുറ്റി ഈ പത്മങ്ങളിലൊക്കെ കമത്തി വെക്കും തലേന്ന്. 11 സ്ഥലങ്ങളിലും പൂജയ്ക്ക് വേണ്ട സ്ഥാനങ്ങളൊക്കെ ഈ 11 പത്മങ്ങളുടെ അടുത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഈ ഓരോ പത്മത്തിലും കലശത്തിന് വെവ്വേറെ കലശപൂജയുണ്ട്. അത് വളരെ ഏർലി മോർണിംഗ് കലശപൂജ തുടങ്ങും. ആ കലശപൂജയ്ക്ക് ഏകദേശം 3/4 മണിക്കൂറാണ് സമയം. കാരണം രാവിലെ രുദ്രജപം ഭക്ഷണത്തിന് മുമ്പ് കഴിയണം. അപ്പൊ ഒരു തവണ സ്വരത്തിൽ ചെല്ലുമ്പോ, ശ്രീരുദ്രം സ്വരം പിടിച്ച് ചെല്ലുമ്പോ, നമ്പൂതിരിമാരായിട്ടുള്ളവർ അവര് സ്വരത്തിൽ ചെല്ലും, വേദജ്ഞന്മാര് സ്വരത്തിൽ ചെല്ലും. ആ സ്വരത്തിൽ ചെല്ലി അവസാനിപ്പിക്കാൻ ഏകദേശം ഒരു 20 മിനിറ്റ് ഏകദേശം സമയം വരും ഒരു പ്രാവശ്യം രുദ്രം ചെല്ലി വരാൻ. അപ്പോ നമുക്ക് ഒരു ദിവസത്തെ അന്നത്തെ ദിവസത്തേക്ക് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും കൂടെ ചെല്ലി വരാൻ ഒരു 220 മിനിറ്റോളം സമയം വരും. അതായത് ഏകദേശം 3 മണിക്കൂർ 40 മിനിറ്റ്. ഗുരുവായൂരപ്പ
3 മണിക്കൂർ 40 മിനിറ്റ് ജപത്തിന് തന്നെ വേണം. അത് പോലാണ്ട് 45 മിനിറ്റോളം പൂജയ്ക്കും കാണണം സമയം. അപ്പൊ ഏകദേശം ഒരു 4.5 മണിക്കൂർ. മമ്മിയൂരൊക്കെ രാവിലെ ഇപ്പൊ 4 to 10 മോർണിംഗ് 4 to 10 8:30 വരെയുള്ള സമയം കഴിഞ്ഞു. പിന്നെ ഒരു 1.5 മണിക്കൂർ ബഫറുണ്ട് സമയം. അപ്പൊ ചൊല്ലണതിന്റെ വേഗത അനുസരിച്ചിട്ട് ആണ് സമയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. എല്ലാ കലശങ്ങളും ഭഗവാൻ തന്നെയാണ്, മഹാദേവന്റെ രൂപം തന്നെയാണ് എല്ലാം. ഇതില് ഞാൻ വളരെ വിസ്തരിച്ചിട്ട് പറയണില്ല. അപ്പൊ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ പോലെ സിമ്പിൾ അല്ല രുദ്രം. വളരെ വിസ്തരിച്ചിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു പൂജ കഴിക്കുന്നു. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കലശങ്ങളെ പൂജിക്കുക എന്നുള്ള ചെറിയ രീതി തന്നെയുള്ളൂ. അപ്പൊ അത് സാധാരണ ഒരു ക്രമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അപ്പൊ അത് പൂജ ചെയ്യണവർക്ക് അറിയാൻ പറ്റും. അത് അഭിവാദ്യം ചെയ്യുക, ദേഹശുദ്ധി വരുത്തുക, പ്രാണായാമം, വ്യാപകാംഗം ചെയ്യുക, ശംഖുപൂരണം ചെയ്യുക, ആത്മാരാധന ചെയ്യുക. അത് ആ ക്രമത്തില് ഗുരുനാഥനും ഗണപതി ഭഗവാനുമുള്ള പൂജ കൊടുക്കുക. പിന്നെ പീഠത്തിനെ പൂജിക്കുക. പീഠം എന്ന് പറഞ്ഞാൽ ഇരിക്കണ സ്ഥലം, ഭഗവാനെ എഴുന്നള്ളിച്ചിട്ട് ഇരുത്തിയ സ്ഥലമാണ്. അപ്പൊ മഹാരാജാവാണ്, അദ്ദേഹത്തിന് സിംഹാസനം കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഇതാക്കണം. അപ്പൊ കമഴ്ത്തി വെച്ചിട്ടുള്ള പാത്രങ്ങളെയൊക്കെ കലശം തന്നെയാണ് പറഞ്ഞത്. ഈ കുടങ്ങളൊക്കെ വെച്ചിട്ടല്ലോ, ആ കലശങ്ങൾ തന്നെ പീഠം എന്നുള്ള സങ്കല്പത്തില് അതിനെ തെളിച്ചിട്ട് അതിനെ അസ്ത്രമന്ത്രം കൊണ്ട് രക്ഷിച്ച് പീഠം പൂജിക്കുകയാണ്. അപ്പൊ ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, വീണ്ടും ജലം, ജലാതി ജലാന്തം. ജലം തുടങ്ങി ജലത്തിൽ അവസാനിപ്പിക്കുന്ന വിധത്തിൽ പൂജ കഴിക്കും. അത് മണികൊട്ടി തന്നെ പൂജയാണ്. 11 പീഠത്തിലും പൂജ നടക്കും. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടില്ല 5 ഭൂതങ്ങൾ ഉണ്ടല്ലോ, ആ ഭൂതങ്ങളെ ഭഗവാനെ തന്നെ നമ്മൾ തിരിച്ച് സമർപ്പിക്കണം. നമ്മുടെ ഇതല്ലാണ്ട് വേറൊന്നും കൊടുക്കാനില്ല. മൂപ്പര് ഇങ്ങോട്ട് തന്നിട്ടുള്ള തന്നെ അങ്ങോട്ട് കൊടുക്കാനില്ല. അത് അങ്ങോട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിനാണ് പൂജ എന്ന് പറയുന്നത്. മറ്റൊരിക്കൽ ശങ്കരാചാര്യ സ്വാമികളുടെ സബര്യാഹൃദയന്മാരി പൂജയുടെ തത്വം ഒരു പ്രഭാഷണം ചെയ്യാം, ഒരാഗ്രഹമുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് എന്താ ഈ പൂജയുടെ തത്വം. ഭഗവാൻ അനുഗ്രഹിച്ച്, ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചത് സാധിക്കട്ടെ. അപ്പൊ പഞ്ചഭൂത സമർപ്പണം തന്നെയാണ് പൂജ എന്ന് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള 5 ഭൂതങ്ങളും തിരിച്ചങ്ങോട്ട് കൊടുക്കും. അപ്പൊ ജലത്തിന് ജലം കൊടുക്കണം, ഗന്ധം അഥവാ ചന്ദനം ഭൂമിയുടെ തത്വമാണ്, അത് കൊടുക്കണം. പുഷ്പം ആകാശത്തിന്റെ തത്വമാണ്, അതിനെ കൊടുക്കണം. വായുവിന്റെ പ്രതീകം ധൂപാണ്, ആ ധൂപം മണപ്പിക്കണം. അഗ്നിപ്രതീകം ദീപാണ്, ആ ദീപത്തിനെ കാണിക്കണം. അവസാനം വീണ്ടും ജലം, അമൃതാകണ ജലത്തിനെയും കൊടുക്കണം. അപ്പൊ ഇത് തന്നെ നമ്മൾ ഇങ്ങോട്ട് ഭഗവാൻ തന്നിട്ടുള്ളതൊക്കെ അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ജലാതിജലാന്തം പൂജ വേണ്ടി കലശപാത്രങ്ങളെ മലർത്തി വെച്ച് തുറന്നു വെച്ച് അതില് പത്മങ്ങളിൽ വെക്കണം. അത് കഴിഞ്ഞാൽ മന്ത്രം ചൊല്ലിക്കൊണ്ട് ദ്രവ്യം നിറയ്ക്കും. അതില് ആലില, മാവിന്റെ ഇല, അതുപോലെ അരയാലിന്റെ ഇലയില് അക്ഷതത്തിനെ പാക്ക് ചെയ്തിട്ട് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അതിനെങ്ങനെ പാക്ക് ചെയ്തിട്ട് ഒരു പൊതിയാക്കും. അക്ഷതം മുറിയാത്ത അരി വേണമെന്നാ ശരിക്കും, മുറിഞ്ഞ അരിയാവണം ആ അക്ഷതം. കുറുമ്പുല്ല്, കൂർച്ച ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ പിരമിഡ് മാതിരി ദർഭപ്പുല്ല് വെക്കണം കണ്ടിട്ടില്ലേ, അത് കൂർച്ചം. അതും ഫിക്സ് ചെയ്യും. ഇനി സകല കലശങ്ങളിലേക്കും മഹാദേവനെ അങ്ങോട്ട് ആവാഹിക്കും. മഹാദേവനെ ആവാഹിക്കുന്നത് ഭഗവാന്റെ ഉപചാര മന്ത്രം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ പൂജ കഴിക്കുന്ന ആൾക്കാർക്ക് നമസ്തുസ്ഥാണഭൂതായ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പ്രസിദ്ധമായിട്ടുള്ള മന്ത്രമുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ശംഭവേ എന്ന് പറഞ്ഞത് അവസാനിക്കും. എന്നിട്ട് ഭഗവാനെ ഏഹി ഏഹി ഇവിടെ വരൂ, ഭഗവാനെ ആകച്ച വിളിക്കണം, അവാഹയാമി എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ ആവാഹിക്കണം. ഞാൻ മന്ത്രം മുഴുവൻ പറയുന്നില്ല. അത് ആവാഹിച്ച് ശംഖില് ദ്രവ്യാക്കിയിട്ട് കലശങ്ങളിലേക്ക് അങ്ങോട്ട് നടക്കും. ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിളിച്ചോണ്ട് വരിക, ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരിക, വരിക 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 അങ്ങ് വരിക എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. അതിനുശേഷം ആവാഹനത്തിന്റെ മുദ്രകളൊക്കെ കാണിച്ചിട്ട് വ്യാപകാദികളൊക്കെ ചെയ്ത് വ്യാപകാംഗങ്ങളൊക്കെ ചെയ്യും. അത് ചെയ്തിട്ട് ജപിച്ച് ഭഗവാന്റെ ധ്യാനം ചെല്ലും. ശിവന്റെ രൂപം മനസ്സിലങ്ങോട്ട് സങ്കല്പിച്ച് ഉറപ്പിക്കണം. തന്ത്രസമുച്ചയത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ധ്യാനം തന്നെയാണ്. ബിഭ്രദ്വോർവികുഠാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ദേയോ മുക്താഭരാഗാമൃതരസകലിതാദ്രിപ്രഭ പഞ്ചവക്ത്രസ്ത്രക്ഷ കോടീരകോടീ ഘടിതദുഹിനരോ ജിഷ്കലാതുംഗമൗലി. ഭഗവാന്റെ മഹത്തായിട്ടുള്ള രൂപം. 4 കൈകളില് മഴു, കുഠാരം, മാൻ, മൃഗം, അഭയവും വരദവും മുദ്രകളും ഇങ്ങനെ ധരിച്ചിട്ട് പ്രസന്നനായിട്ട് ഭഗവാൻ ഇരിക്കണം.
സർവ അലങ്കാരങ്ങളെല്ലാം ശോഭിക്കുന്നവനാണ്. താമരപ്പൂല ഭഗവാൻ ഇരിക്കുന്നത്, പുലിത്തോൽ എടുത്തിരിക്കുന്നുണ്ട്. മുത്തും വെളുത്ത മുത്തും അമൃതവും നിറഞ്ഞിട്ടുള്ള പർവ്വതത്തിനെ കണക്ക് ശോഭിച്ചിരിക്കുന്ന മഹത്തായിട്ടുള്ള ശരീരത്തോടു കൂടിയവൻ. പഞ്ചവക്തരൻ, 5 മുഖങ്ങളാണ് ഭഗവാന്. പഞ്ചാക്ഷരത്തിന്റെ ഓരോ അക്ഷരങ്ങളാകണം മുഖങ്ങള്. 3 കണ്ണ് ഓരോ മുഖത്തും, അങ്ങനെ 15 കണ്ണുകൾ. തലയിൽ കിരീടം, വെറും ജട മാത്രമല്ല, കിരീടവും ധരിച്ചിട്ടുണ്ട്. ചന്ദ്രകല ഓരോന്നിലും. അങ്ങനെയുള്ള ആ ശിവനെ ധ്യാനിക്കുകയാണ്. അങ്ങനെ ശിവനെ ധ്യാനിച്ചിട്ടാണ് ആ വായിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഈ കലശങ്ങളെ പട്ടുകൊണ്ട് മൂടി കെട്ടിയിട്ട് വെക്കും. അത് കഴിഞ്ഞാൽ മൂർത്തിയുടെ പൂജ. ഓരോ ദ്രവ്യകലശത്തിനെയും ആ ദ്രവ്യങ്ങൾ നിറച്ചിട്ടുള്ള കലശത്തിനെ ശിവമൂർത്തി എന്നുള്ള സങ്കല്പത്തോടെ എല്ലാവിധ ഉപചാരങ്ങളും കൊടുത്തുകൊണ്ട് മണിമുട്ടിയിട്ട് തന്നെ പൂജിക്കും. അത് കഴിഞ്ഞാൽ നേദ്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രസന്ന പൂജയാണ്. പിന്നെ പ്രസന്ന പൂജ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേണ്ടതൊക്കെ, അത്യാവശ്യം വേണ്ട ബേസിക്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ സന്തോഷിപ്പിക്കണം. ആ പ്രസന്ന പൂജയൊക്കെ ചെയ്തതിന് ശേഷം ബ്രഹ്മാർപ്പണം ചെയ്യാന്ന് പറഞ്ഞ ചടങ്ങ് കഴിച്ചിട്ട് നമ്മൾ നീരാജനൊഴി ഭഗവാൻ. ആ നീരാജനൊഴിഞ്ഞ് അക്ഷതം കൂടെ കിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഋത്തുക്കൾ, ഈ വേദജ്ഞന്മാരെല്ലാവരും ഇരുന്നിട്ട് അങ്ങോട്ട് ശ്രീരുദ്രൻ അങ്ങോട്ട് ജപിക്കണം. ആ ശ്രീരുദ്രൻ ജപിക്കാൻ തുടങ്ങണോടുകൂടി തന്നെ അപ്പുറത്ത് ഹോമം തുടങ്ങും. മന്ത്രം ഉപയോഗിക്കുന്ന ശ്രീരുദ്രത്തെ തന്നെ. അപ്പൊ സ്വാഹ എന്ന് ചേർത്ത് ചെല്ലുന്ന മാത്രം. ഇവിടെ നമസ്തേ രുദ്രമന്യഭൂതോദ ഇഷവേ നമ ബാഹുഭ്യാം അങ്ങനെ ചെല്ലി പോണതിന് പകരം അവിടെ ഹോമത്തിന്റെ അവിടെ നമസ്തേ രുദ്രമന്യവേ സ്വാഹ ഉദോദ ഇഷവേ നമ സ്വാഹ ഇങ്ങനെ പറഞ്ഞ് ഹോമിക്കാതെ. അപ്പൊ ആ സ്വാഹ ചേർക്കേണ്ടതിന് കണക്കുണ്ട്. അത് എവിടെയാണ് ഒരു പറഞ്ഞു വന്നതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആകുന്ന അവിടെയാണ് സ്വാഹ വരുന്നത്. അതിന് നിയമങ്ങളുണ്ട്. യാസ്ക മഹർഷിയുടെ നിരുക്തത്തിനനുസരിച്ചിട്ടൊക്കെയാണ്. വേദത്തിന്റെ അർത്ഥം പറയുന്ന സ്പെഷ്യൽ നിഘണ്ടുവാണ്. നമുക്ക് തോന്നണമായി അർത്ഥം പറയാൻ പറ്റില്ല. വേദാർത്ഥം പറയാനുള്ള നിഘണ്ടുവാണ് യാസ്ക മഹർഷി ഉണ്ടാക്കിയിട്ടുള്ള നിരുക്തം. അതിനനുസരിച്ചിട്ടൊക്കെയാണ് അവിടെ ആ സ്വാഹ ശബ്ദം വെച്ചിട്ട് പറയണം. അപ്പൊ അങ്ങനെ അവിടെ ഹോമം തുടങ്ങും. അപ്പൊ തുടങ്ങണ എങ്ങനെയാ? ശംചമേ മയശ്ചമേ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ചമകത്തിന്റെ 3-ാം അനുഭാഗം ചൊല്ലി ആ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ആ ജപം അങ്ങോട്ട് തുടരുന്നു. അത് അവസാനം വന്ന് നമ്മൾ ആ ചമകത്തിന്റെ അതിന്റെ കൃത്യം അന്നത്തെ ദിവസത്തെ ചെല്ലി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ ഒരു സ്തോത്രം ചൊല്ലിയിട്ടും ഒരു പ്രാർത്ഥനാമന്ത്രം കൂടെ ചൊല്ലിയിട്ട് ആ ജപം അവസാനിപ്പിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജപിച്ചതിൽ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും കുറ്റോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്ക് ഒരു കുറവ് വരരുത് എന്നുള്ളതുകൊണ്ടാണ് ആ സ്തോത്രങ്ങളും പ്രാർത്ഥനയും കൂടെ ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുന്നത്. ജപം കഴിഞ്ഞാൽ അഭിഷേകം തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് നടക്കുക. അകത്ത് പൂജ അപ്പോഴേക്കും തുടങ്ങും. ശ്രീകോവിലിന്റെ അകത്ത് പൂജ തുടങ്ങിയിട്ട് ഭഗവാന്റെ കുളിയുടെ സമയം, സ്നാനം സമയമാകുമ്പോഴാണ് ഈ പുറത്ത് ഇത് റെഡിയായി വരുന്നത്. അപ്പൊ ജപിച്ച് റെഡിയായി കഴിഞ്ഞിട്ടുള്ള കലശത്തിൽ 1-ാമത്തെ കലശം തന്ത്രി തന്നെ എടുത്തു കൊടുക്കുന്നു. ആ കലശം എടുത്തു കൊടുത്ത ആള് പിന്നിലും തന്ത്രി മുന്നിലുമായിട്ട് അങ്ങോട്ട് ശ്രീകോവിലേക്ക് അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെയാണ് കലശം എഴുന്നള്ളിക്കുന്നത്. അവിടെ വന്നിട്ട് അവിടേക്ക് അങ്ങോട്ട് കയറിച്ചിട്ട് ഈ കലശത്തിനെ തന്ത്രി തന്നെ നീരാജനം ഒഴിഞ്ഞിട്ട് സ്വീകരിക്കണം എന്നാണ്. സ്വീകരിച്ചിട്ട് ഓരോ കലശമായിട്ട് മമ്മിയൂരപ്പന്റെ ശിരസിൽ ആ ശിവലിംഗത്തിൽ അങ്ങനെ ധാരധാരയായിട്ട് ആറാടും. അദ്ദേഹത്തിന് ഇങ്ങനെ അതിലിങ്ങനെ കുളിപ്പിക്കുകയുള്ളൂ. അദ്ദേഹം അങ്ങോട്ട് തണുത്ത ഓരോ ദ്രവ്യം. അപ്പൊ ഓരോ കലശം കഴിഞ്ഞാലും നേദ്യം ഉണ്ടാവും. അങ്ങനെ 121 കലശങ്ങളും ആടിക്കഴിഞ്ഞാൽ ഹോമസംവാദം ദേവനിൽ തൊടും. ദേവനിൽ സ്പർശിക്കും, ഭഗവാനിൽ സ്പർശിക്കുക, ദേവങ്കൽ സ്പർശിക്കുക. ആ ഹോമത്തിന്റെ സംവാദം അതിന്റെ ആ പ്രസാദമായിട്ട് അവശേഷിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് സംവാദം ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് തന്ത്രി ആ ഭഗവാന്റെ പൂജ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഈ ഇത് ആടുന്ന സമയത്ത് വാദ്യങ്ങൾ വേണം. പാണി കൊട്ടുക തുടങ്ങിയിട്ടുള്ള വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് വേണം ആടാനെന്നാണ്. ഇങ്ങനെയാണ് ക്രമം. ഒരു ദിവസത്തെ യജ്ഞം ഇങ്ങനെയാണ്. അങ്ങനെ 10 ദിവസം ഈ ചടങ്ങ് നടക്കും. അതിരുദ്രത്തിന്റെ 11-ാമത്തെ ദിവസം ജപം കഴിഞ്ഞ ഹോമത്തിൽ വിശേഷമായിട്ട് ഹോമമാണ്. അതാണ് വസോർധാര. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
അതിന് വസോർധാര, വസുക്കളുടെ ധനത്തിന്റെ ഒഴുക്ക്, അതിനുപയോഗിക്കുന്ന പ്രത്യേകമായിട്ടൊരു സ്രുവുണ്ട്. അതിന്റെ പേര് പ്രസേകം എന്നാണ്. പ്രസേകം. അത് ഒരു ചതുരമായിട്ടൊരു പാത്രം പോലുള്ള ഒരു ആകൃതിയാണ് അറ്റം. അത് ഇവിടെ ഉണ്ട്. അത് ഞാൻ എടുത്തു വെക്കാൻ മറന്നു. എൻ്റെ കയ്യിൽ പ്രസേകം ഉണ്ട്, പക്ഷെ അത് കാണിച്ചു തരാൻ മറന്നു. എടുത്തു വെക്കാൻ ഞാൻ മറന്നു. ആ പ്രസേകത്തിന്റെ അറ്റത്ത് 2006 അതിരാത്രത്തിൽ ഉപയോഗിച്ച പ്രസേകമാണ്. അതുകൊണ്ടൊരു മഹിമയുണ്ട് അതിന്. അപ്പൊ ആ പ്രസേകത്തിന്റെ, അതിന് മരത്തിലുണ്ടാക്കുക. അതിന്റെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ചതുരത്തിൽ ഒരു പാത്രം, അതിലിങ്ങനെ ഒരു ഒഴുക്കായിട്ട് ആ ഒരു നീണ്ട സ്രവമാണ് പ്രസേകം. അതിനെ ഉയർത്തി നിർത്താൻ വേണ്ടിയിട്ടൊരു താങ്ങുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിപ്പമാണ് അതിൽ കൂടെയാണ് ഇത് ഒഴിക്കുക. അപ്പൊ അതിങ്ങനെ ധാര പൊറിയാണ്ട് വീഴണം. അതിന് സ്റ്റാൻഡ് ഉണ്ടാക്കി. ആ സ്റ്റാൻഡാണ് അത് താങ്ങ്. അപ്പൊ പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ അതിന്റെ വാലിൽ കൂടെ ഒഴുകിയിട്ട് തീയിൽ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട്, ഒട്ടും ബ്രേക്ക് ആവാണ്ട് ഇങ്ങനെ ധാര മുറിയാതെ വീഴണം. അപ്പൊ ആ സമയത്ത് ചമകൻ ചെല്ലിക്കൊണ്ടിരിക്കും. അഗ്നാവിഷ്ണോ സജോഷസേ ഏമാവർത്തൻ അങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും. ആ തുടർച്ചയായിട്ട് വീഴണ നെയ്യില് അഗ്നി അങ്ങോട്ട് ജ്വലിച്ചങ്ങോട്ട് കയറാൻ തുടങ്ങും. അങ്ങോട്ട് കത്തി ജ്വലിച്ചിട്ട് അങ്ങോട്ട് കയറാം. ആ കാണുമ്പോ തന്നെ നമുക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിൽ അസാമാന്യമായിട്ടുള്ള തൃപ്തിയും സന്തോഷവും ഭക്തിയും വരും. ഭഗവാന്റെ സന്തോഷമാണത്. ആ അഗ്നിയുടെ വളർച്ച. അഗ്നി അങ്ങോട്ട് വളർന്നിട്ടൊരു സ്തംഭം മാതിരി നിൽക്കും. ഒരു അഗ്നി ശിവലിംഗം നിൽക്കണ മാതിരി ഉണ്ട്. ഇത് ശരിക്ക് പൂർണാഹുതി എന്ന് നമ്മൾ ഹോമത്തിൽ സാധാരണഗതി പറയണതിന് തുല്യമാണ് ഈ വസോർധാര. അത് വസോർധാര എന്നാണ് ഈ ഹോമാഹുതി, ഈ പൂർണാഹുതി എന്നുള്ള സങ്കല്പം ഉണ്ടാവുന്നത്. ഹോമങ്ങളിൽ അവസാനിക്കുമ്പോൾ, ഇപ്പൊ തമിഴ് സമ്പ്രദായത്തിലൊക്കെ ചെയ്യുമ്പോൾ ഹോമം നടത്തുന്ന വീട്ടുകാരനെയും ഭാര്യയൊക്കെ വിളിച്ച് നിർത്തിയിട്ട് എണീച്ച് നിന്നിട്ട് ഒരു പട്ടില് തുണിയില് തേങ്ങയൊക്കെ കെട്ടിയിട്ട് ഹോമകുണ്ടത്തിൽ ഇടാൻ കണ്ടിട്ടില്ലേ? ആ പൂർണാഹുതിയുടെ മൂല സ്വഭാവം ഇതിലാണ്. അത് ഉണ്ടായത് ഇവിടെയാ, ഈ വസോർധാര എന്നാണ് പറയണത്. ഒക്കെ വേദങ്ങളിൽ നിന്നാ ഈ കാട്ടിക്കൂട്ടുന്ന നമ്മളിന്ന് എന്തോ ഇല്ലാത്ത പുതിയ പുതിയ യജ്ഞങ്ങളും ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കേണ്ട ആൾക്കാർ. ഇതിന്റെ ഒക്കെ മൂലസ്രോതസ് വേദങ്ങളാണ്. അപ്പൊ വസോർധാര എന്ന് പറയണ പൂർണാഹുതി കൂടെ ഈ അതിരുദ്രത്തിന്റെ യജ്ഞത്തിന്റെ ചൈതന്യം മുഴുവൻ ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ പടർത്തുകയാണ്. അപ്പൊ വസോർധാര കണ്ടു തൊഴണത് വളരെ വിശേഷമാണ് അവസാനത്തെ ദിവസം. ഇത് കഴിഞ്ഞാൽ അകത്ത് ഭഗവാനെ ആ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിഷേകങ്ങൾ നടക്കും, നേദ്യം കൊടുക്കും. ഓരോ അഭിഷേകം കഴിയുമ്പോൾ, കലശം കഴിയുമ്പോഴും നേദ്യമുണ്ട്, സംവാദം സ്പർശിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആചാര്യനും മറ്റുള്ള ആൾക്കാർക്കുള്ള ദക്ഷിണാദികൾ കൊടുക്കുക, സമർപ്പണങ്ങളൊക്കെ കൊടുത്ത് 11 ദിവസം നീണ്ടു നിൽക്കണ അതിരുദ്രം എന്ന് പറഞ്ഞ മഹായജ്ഞം അവസാനിക്കും. ഇതാണ് അതിൻ്റെ ഒരു ക്രമം. അപ്പൊ ശ്രീരുദ്രത്തിന് 11 അനുവാഗമുണ്ട്. 11 ചമകത്തിൽ അതില്, അതായത് നമകത്തിന് 11 അനുവാഗമുണ്ട്, ചമകത്തിന് 11 അനുവാഗമുണ്ട്. അതിനെ ഒരു ഇന്റർമിങ്കിൾ ചെയ്തിട്ട് ചെല്ലുന്നതാണ് ഈ ഇതിന്റെ എല്ലാറ്റിന്റെ അടിസ്ഥാനം എന്ന് ആദ്യം മനസ്സിലാക്കുക. 11 അനുവാഗങ്ങളും നമകവും ചൊല്ലിക്കഴിയുമ്പോൾ ചമകത്തിന്റെ ഒരനുവാഗം ചെല്ലും. അങ്ങനെ ചമകം 11 അനുവാഗവും ചൊല്ലിത്തീരണേന്റെ ഇടയില് 11 അനുവാഗം വീതം നമകം ചൊല്ലി വരുന്നത് ഒരു ഏകാദശ രുദ്രം. ഇങ്ങനെ ആ ക്രമത്തിൽ നമ്മൾ 11 ഈ ലഘുരുദ്രം എന്താണെന്ന് പറഞ്ഞു, മഹാരുദ്രം എന്താന്ന് പറഞ്ഞു, അതിരുദ്രം എന്താന്ന് പറഞ്ഞു. ഈ ഓരോ മന്ത്രത്തിനുമുള്ള ഋഷി, ഛന്ദസ്, ധ്യാനം, വിനിയോഗിച്ച് എന്തിനാ അത് ഉപയോഗിക്കേണ്ടതൊക്കെ ഉണ്ട്. ഇതൊക്കെ പോരാണ്ട് ന്യാസങ്ങളുണ്ട്. ഞാൻ നേരത്തെ ന്യാസങ്ങളൊന്നും പറയാൻ വിട്ടുപോയി. കരന്യാസം, അംഗന്യാസം, കൈകളിൽ ആദ്യം വിരലുകളിൽ മന്ത്രശക്തിയെ വ്യാപരിപ്പിക്കുന്നത്. അംഗന്യാസം ശരീരാംഗങ്ങളിൽ വരുത്തുന്നത്. അത് കൂടാണ്ട് ലഘുന്യാസം എന്ന് പറഞ്ഞിട്ടും മഹാന്യാസം എന്നും പറഞ്ഞിട്ടും മന്ത്രങ്ങൾ. ലഘുന്യാസം അഥാത്മാനം ശിവാത്മാനം ശ്രീരുദ്രരൂപം ധ്യായേ ശുദ്ധസ്ഫടിക സംകാശം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അംഗങ്ങളിലും ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ് പിടിച്ചിട്ട്. ശരിക്കും മഹാന്യാസം ഈ കാണാൻ പ്രപഞ്ച ശരീരത്തിൽ തന്നെ ഭഗവാനെ പിടിച്ച് പ്രതിഷ്ഠിക്കുകയാണ് മന്ത്രം കൊണ്ട്. അത്ര ഗംഭീരമാണ്. മഹാന്യാസത്തിൽ 100-ൽ പരം സ്ഥാനങ്ങളിൽ ന്യസിക്കുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ള ന്യാസങ്ങളാണ്. അത് തന്നെ കേൾക്കാനും അത് തന്നെ ഇതേമാതിരി ഇപ്പം ഈ ശ്രീരുദ്രം പ്രഭാഷണം ചെയ്ത പോലെ പ്രഭാഷണം ചെയ്യാനുള്ളതാണ് ലഘുന്യാസും മഹാന്യാസും. എന്നെങ്കിലും മഹാദേവന്റെ അനുഗ്രഹം
ഗുരുവായൂരപ്പൻ അനുവദിച്ച അത് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ. ലഘുന്യാസവും മഹാന്യാസവും എന്തെങ്കിലും ഒരിക്കൽ പറയാം. അത് അത്രയും പറയാനുണ്ട്. അതും ഇതേമാതിരി തന്നെ സകലം ബ്രഹ്മമയെന്നുള്ള ബോധം അടിച്ചുറപ്പിക്കുന്നതാണ്. ആ ലഘുന്യാസവും മഹാന്യാസവും ചെയ്തതിന് ശേഷം വേണം ഇത് ഈ പറഞ്ഞ ജപങ്ങളൊക്കെ ചെയ്യാൻ. ന്യാസങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഭൂതശുദ്ധി കിട്ടും. പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ശരീരത്തിന് കേടുകളുണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻഗ്രീഡിയൻസ്, നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള അടിസ്ഥാന വസ്തുക്കൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളിലുള്ള കേടുകളെ തീർത്ത് നമ്മളെ ഭൂതശുദ്ധി ഉണ്ടാക്കി തരും. ന്യാസം കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടും. ന്യാസങ്ങൾ കൊണ്ട് നമ്മുടെ മറ്റിന്ദ്രിയങ്ങളെ മുഴുവൻ മനസ്സിൽ കൊണ്ടുവന്ന് ഏകീകരിച്ച ആ മനസ്സിനെ പരമാത്മാവിലേക്ക് നിർത്താൻ നമുക്ക് സാധിക്കും. ഈ അഭ്യാസം കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം മരിക്കണ നേരത്താണ്. ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് നമുക്ക് ശരീരം പിടിയാൻ സാധിക്കും. മരിക്കാൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു ദിവസം. മരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. എങ്ങനെയാ മരിക്കേണ്ടതെന്ന് പഠിക്കുക ജീവിച്ചിരിക്കുമ്പോൾ. അത് ആത്മഹത്യ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. മരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. അപ്പോൾ മരണം നമ്മൾ ഈ ഭയക്കുന്ന ഒരു വസ്തുവേ അല്ലാതായിട്ട് തീരും. അതിനുള്ള ട്രെയിനിങ്ങുകളാണ് അത് മുഴുവൻ, ആ ബ്രഹ്മത്തിൽ ലയിക്കാനായിട്ട്. അപ്പൊ ന്യാസം കൊണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആ ഇന്ദ്രിയങ്ങളെ എടുത്ത് മനസ്സിൽ ഏകീകരിച്ച് ആ മനസ്സിനെ എടുത്ത് ആത്മാവിൽ ലയിപ്പിക്കും. ആ ആത്മാവിനെ എടുത്ത് ബ്രഹ്മത്തിലേക്ക് പകരും. ഇങ്ങനെ വേണം ചെയ്യും. അങ്ങനെ ബ്രഹ്മത്തിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഭഗവാന്റെ പൂജ ചെയ്യാനായിട്ട് തിരിച്ച് ഓരോ ഘട്ടമായിട്ട് തിരിച്ചു വാങ്ങും. ഭഗവാന്റെ അടുത്ത് ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ ആദ്യം ആ ബ്രഹ്മത്തിൽ കൊടുത്ത ആത്മാവിനെ തിരിച്ചു വാങ്ങി ആ ആത്മാവിൽ നിന്ന് മനസ്സിനെ തിരിച്ചെടുത്ത് മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വേർപെടുത്തി എടുക്കണം. എന്തിനാ? മറ്റൊന്നും ചെയ്യാനല്ല, ജീവിതം സൂഹിക്കാനല്ല, ഭഗവാനെ പൂജ കഴിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഭഗവാനെ പൂജ കഴിക്കുക. ചമകവും നമകവും നമ്മൾ വിശദമായിട്ട് അർത്ഥം പഠിച്ചു കഴിഞ്ഞു. ആ രുദ്രം മുഴുവൻ ചൊല്ലിക്കഴിയുമ്പോൾ ശാന്തി മന്ത്രങ്ങളൊക്കെ ചൊല്ലും. അതൊക്കെ വിശേഷമായിട്ടുള്ള ശാന്തി മന്ത്രങ്ങളാണ്. ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള സുഖാവസ്ഥ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആത്യന്തികമായിട്ടുള്ള സുഖാവസ്ഥ ഭഗവാനിൽ ലയിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ശാന്തി മന്ത്രങ്ങളൊക്കെ. അപ്പൊ ഏകദേശം ഒരു അറിവ് നമ്മളിപ്പോ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഡിസംബർ 27 അതിരുദ്രം തുടങ്ങും. ജനുവരി 6 വരെ ഉണ്ട്. ആവുന്ന പോലെ നിങ്ങളാലാവുന്ന സഹായങ്ങൾ ചെയ്യുക. നിങ്ങളതിൽ ഭാഗമാക്കാവാൻ ശ്രമിക്കുക. ഗുരുവായൂരുള്ളവർ കഴിയുന്നത് എല്ലാ ദിവസവും പോയിട്ട് തൊഴുക ഭഗവാനെ. അറ്റ്ലീസ്റ്റ് 11ാമത്തെ ദിവസമെങ്കിലും പങ്കെടുക്കുക. സാധിക്കാത്ത ആൾക്കാർ, ദൂരത്തുനിന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നവർ അതിൽ പങ്കെടുക്കുക. എനിക്ക് തോന്നുന്നത് ദേവസ്വം, മമ്മിയൂർ ദേവസ്വം ലൈവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ആ സമയം വരുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാം. അകത്തെ ചടങ്ങുകൾ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ പുറത്ത് ശാലയിൽ നടക്കുന്ന ജപങ്ങളൊക്കെ മറ്റേ ആധ്യാത്മിക പരിപാടികൾ, പ്രഭാഷണങ്ങളും ഒക്കെ ലൈവ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും ഭഗവാന്റെ അടുത്ത് ഉണ്ടാവുക. ദ്രവ്യങ്ങൾ ആവുന്നത് അയച്ചു കൊടുക്കുക. അതിൻ്റെ നോട്ടീസിൻ്റെ ആ അയച്ചു കൊടുക്കേണ്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മമ്മിയൂർ ദേവസ്വത്തിലേക്ക്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കഴിഞ്ഞ 1ാമത്തെ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. അത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് നമകത്തിലും ചമകത്തിലും മന്ത്രങ്ങളെ അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ അസുഖങ്ങൾ മാറാൻ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ആ ട്രീറ്റ്മെന്റ് ഫലിക്കാൻ, ഔഷധങ്ങൾ ഫലിക്കാനും യോഗം വേണം. ചിലവർക്ക് എത്ര ചികിത്സിച്ചാലും മാറില്ല, കാരണം അത് അത്രയും കർമ്മദോഷം നിൽക്കുന്നുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഹാരോഗങ്ങൾ വന്ന് കഷ്ടപ്പെടുന്നവര്, ജാതക ദുരിതങ്ങളുള്ളവര്, മഹാദേവന് മാസത്തിൽ അവനവന്റെ നാൾക്ക് ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം കഴിപ്പിക്കുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ ദോഷങ്ങളും മാറ്റിത്തരും. ഇനി ജപിക്കാൻ സാധിക്കുന്ന ആൾക്കാർക്ക് വിശേഷമായിട്ട് ചില മന്ത്രങ്ങൾ മാത്രം എടുത്ത് ജപിക്കാം, വൃത്തിയായിട്ടും ശുദ്ധിയോടെയും വ്രതത്തോടു കൂടിയിട്ട്. വയ്യാതെ കിടക്കണവർക്കാണെങ്കിൽ
മറ്റുള്ളവർക്ക് ചൊല്ലിയിട്ട് ആ ഫലത്തിനെ ആ വ്യക്തിക്കായിട്ട് സമർപ്പിക്കാം. അപ്പൊ അച്ഛന്മാരോ അമ്മമാരൊക്കെ വയ്യാതെ കിടക്കുന്നവര് മക്കൾക്ക് ചൊല്ലിയിട്ട് അച്ഛനും അമ്മയ്ക്കുമായിട്ട് സമർപ്പിക്കാം. അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് വേണ്ടി സമർപ്പിക്കാം. ആർക്ക് വേണ്ടി ചൊല്ലി സമർപ്പിക്കാം. എത്ര അകന്നിരിക്കണോ നമ്മളിൽ നിന്നുള്ള ബന്ധുത്വം നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യണോ എന്നുള്ളത് അത്രയും ഫലം കൂടും. അതായത് അന്യന് വേണ്ടി, നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാത്ത, നമ്മൾ വേണ്ടി യാതൊരുവിധ ബന്ധവുമില്ലാത്ത അയാൾ നമ്മളിത് ചെയ്യേണ്ടത് അറിയുപോലും വേണ്ട, ഇത് ചെയ്യുകയാണെങ്കിൽ അത്രയധികം ഫലം കിട്ടും. എൻ്റെ അനുഭവമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഗ്രാമത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ ഹൃദയത്തിന് ഒരു ദ്വാരമോ അങ്ങനെയുള്ളൊരു വളരെ വിചിത്രമായിട്ടൊരു അവസ്ഥ വന്നിട്ടുള്ള ഒരു പെൺകുട്ടി വലിയൊരു മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അതിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രായമായിട്ട് അസ്ഥികൂടത്തിന്റെ അവസ്ഥ എത്തിയ പോലുള്ള ഒരു അവസ്ഥയായിരുന്നു. അതിനൊരു 10-14 വയസ്സൊക്കെ ആയപ്പോൾ യാദൃശ്ചികമായിട്ട് ഈ കുട്ടിയെക്കുറിച്ച് അറിയും. ഭഗവാനെ ഇതിലും ഈ വഴികളിൽ കൂടെ തന്നെ ജപിച്ച് അതിൻ്റെ ആ ഫലം ആ കുഞ്ഞിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ മരണപത്രത്തിൽ നിന്ന് ആ കുഞ്ഞ് രക്ഷപ്പെട്ട് വരുന്നത് ഏകദേശം 4 കൊല്ലത്തെ ഹോസ്പിറ്റലൈസേഷന് ശേഷം അവൾ തിരിച്ചു വരും. പിന്നീട് ആരോഗ്യത്തോടെ ഇരിക്കും. നമ്മുടെയൊക്കെ കൺമുന്നിൽ തന്നെ. അവർക്ക് നമ്മളെ, ആ കുടുംബത്തിന് നമ്മളെ അറിയ പോലുമില്ല. അവർക്ക് ആർക്കും നമ്മളെ അറിയില്ല, പരിചയമില്ല. പക്ഷെ നമ്മുടെ കൺമുന്നിൽ ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് വരും. അവൾ മുതിർന്ന് ഇന്ന് കല്യാണം കഴിഞ്ഞ് 2 മക്കളുടെ അമ്മയായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ കുട്ടിയെ കാണുമ്പോൾ ഒക്കെ ഞാൻ മഹാദേവന്റെ ആ ഒരു പ്രഭാവം, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം രണ്ടും കാണും. മനസ്സുകൊണ്ട് നമസ്കരിക്കും. കാരണം ഭഗവാന്റെ അത്ഭുതങ്ങളിൽ ഒന്നാണ് അവൾ. സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ശക്തി എന്താണെന്ന് മനസ്സിലാക്കി തരാം. അല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടത്തിനെ കുറിച്ച് പറഞ്ഞതല്ല. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ ക്ഷമിക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഭഗവാനാണ് സകലതും ചെയ്തിട്ടുള്ളത്. നാരായണ. അപ്പോൾ ഏതാനും മന്ത്രങ്ങൾ മാത്രം വിശദമായിട്ട് പറയണമെങ്കിൽ എല്ലാ മന്ത്രങ്ങൾ കൊണ്ടും ഗുണമുണ്ട്. അത്ര മഹാരോഗങ്ങൾ മാറ്റാനുള്ള വിധം മന്ത്രങ്ങളുണ്ട്. ഇപ്പൊ ഈ നമകത്തിൽ 3ാമത്തെ മന്ത്രം യാതേ രുദ്ര ശിവ തനൂരഘോരാവകാശിനി എന്ന് തുടങ്ങണ 3ാമത്തെ മന്ത്രം ആസ്മയ്ക്ക്, അതേമാതിരി ഹൃദ്രോഗത്തിന് വിശേഷം. അത് വെറുതെ പറയല്ല. ഈ മന്ത്രങ്ങളുടെ അകത്ത് രഹസ്യ രൂപത്തിൽ ഔഷധങ്ങൾ, ഈ പറഞ്ഞ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്താണെന്നും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഇതിനെക്കുറിച്ച് ശക്തമായിട്ട് വളരെ അധികം അഗാധമായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ആചാര്യന്മാരും ഈ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. യാതേ രുദ്രശിവ തനൂരഘോരാവകാശിനി. ഈ മന്ത്രം കടുത്ത നെഞ്ചുവേദന, നെഞ്ചിൻ്റെ അകത്ത് നമ്മുടെ ശ്വാസം കയറി ഇറങ്ങുമ്പോൾ ചെയ്യുമ്പോൾ ഭയാനകമായിട്ടുള്ള ശബ്ദം ഉണ്ടാവുക, തരിപ്പ് വരിക, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസം മുട്ടറമാതിരി തോന്നുക. ഇതൊക്കെ കറുത്തപക്ഷം അമാവാസ്യയുടെ 14ാമത്തെ ദിവസം, അത് അമാവാസ്യ എന്ന് പറയുന്ന ദിവസം അധികം ഇരിക്കുന്ന പറയും. അപ്പൊ അവിടെ ശിവ എന്ന് പേരുള്ള എന്തൊക്കെ ഔഷധങ്ങളുണ്ടോ, അത് പര്യായമായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെ ഔഷധങ്ങളുണ്ടോ, അത് സംസ്കൃതത്തില് ശമി, പരമ്പ് എന്ന് പറയും, പ്രോസോപ്പിസ് സ്പൈസി ജറ എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. അഥവാ മൈമോസ സുമ എന്ന് പറയുന്ന ചെടി, ശമി വൃക്ഷം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. ആ ശമി, അത് എക്സാമ്പിളായിട്ടാ പറയണത്. സംസ്കൃതത്തിൽ ഹേഡ എന്ന് പറയണ കടുക്ക, മലയാളത്തിൽ ടെർമിനാലിയ
ചെബുല. കൻ എന്ന് പറയണ ജാതി 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 അതിൻ്റെ ഇലയുടെ ചാറ്, അതേപോലെ മഞ്ഞള്, ദർഭ, അതായത് ദർഭ ആവാം, അതല്ലെങ്കിൽ കറുക ആവാം. പിന്നെ തിപ്പലി, പൈപ്പർ ലോങ്കം എന്ന് പറഞ്ഞ തിപ്പലി, അത് കുരുമുളകിന്റെ ഫാമിലിയിലാണ് വരും. പിന്നെ ഗോരോചനം. ഗോരോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു മഞ്ഞച്ചിട്ടുള്ള ഒരു പശുവിന്റെ പിത്തത്തു നിന്നുണ്ടാവുന്ന ഒരു വസ്തുവാണ്. ഇത് എത്രയും ചേർത്തിട്ടുള്ള മരുന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും ആസ്മയും ഹൃദ്രോഗവും മാറുമെന്ന് രഹസ്യമായിട്ട് ഈ മന്ത്രത്തിന്റെ അർത്ഥത്തിന്റെ അകത്ത് തന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാ മന്ത്രങ്ങളും ഞാൻ പറയില്ല, ഞാൻ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു. അതിന് എത്ര ഭാഗം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മന്ത്രത്തിൽ തന്നെയുണ്ട്. യാതേ രുദ്രശിവ ധനുര അഘോര പാപകാശി എന്നുള്ള മന്ത്രത്തിൽ തന്നെ എല്ലാം അടക്കി വെച്ചിരിക്കുന്ന ഋഷിയുടെ ശക്തി, ആ ബുദ്ധി, അല്ലെങ്കിൽ ആ ധിഷണ എത്രമാത്രം വലുതായിരിക്കും. ശമീവൃക്ഷത്തിന്റെ 10 ഇല, ജാതിയുടെ 21 ഇല, ദർഭയുടെ 10 നാര്, ഇങ്ങനെയൊക്കെ കണക്കുകൾ ജലം ചേർത്ത് അത് തിളപ്പിച്ച് അതിനെ കഷായ പരുവത്തിലാക്കി കുറുക്കിയെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതും പോരാ, ഇത് ശരീരത്തിൽ എങ്ങനെയാ തേക്കേണ്ടത്? അതിനെ അല്പം ചൂടാക്കണം. ശരീരം വലത്തെ കൈ കൊണ്ട്, ഒരിക്കലും ഇടത്തെ കൈ കൊണ്ട് ശരീരത്തിൽ ഒഴിഞ്ഞു കൊടുക്കരുത്. ഇടത്തെ കൈ കൊണ്ട്, വലത്തെ കൈ കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു സൂചനയും കൂടെ ഇതിൽ കാണാം. പഞ്ഞിയിൽ മുക്കിയിട്ട് തുടയ്ക്കണം. അങ്ങനെയൊക്കെ അതെല്ലാം ഇതിൻ്റെ അകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ KT ശുഭകരൻ സാറെ പോലുള്ള ആൾക്കാർ വലിയ റിസർച്ചുകൾ ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർക്ക് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കാം. ഒരുപാട് പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൽ. ഇനി 4ാമത്തെ മന്ത്രം, യാമിഷു ഗിരിശന്തഹസ്തേ എന്ന് തുടങ്ങണ മന്ത്രം മൂലക്കുരുവിന്. മൂലക്കുരു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അർശസ്. അർശസിന് ഏറ്റവും മികച്ചതാണ്. മോരും കർപ്പൂരമഞ്ഞളും കൂടെ ചേർത്തിട്ടുള്ള, അതിൽ വേപ്പും കായവും കൂടെ ചേർത്തിട്ടുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ് അതിലെ സൂചന. ആ മന്ത്രം ജപിക്കുന്നതും വിശേഷമാണ്. ആ മന്ത്രം ജപിച്ച് വെള്ളം കുടിക്കുക. അങ്ങനെ അതിനും ഈ പറഞ്ഞ പോലുള്ള മന്ത്രം, ആ മരുന്ന് ഉണ്ടാക്കാനും ആ മന്ത്രത്തിന്റെ ക്രമം, ആ മന്ത്രം ഉപയോഗിക്കേണ്ട രീതിയും ക്രമങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ രോഗങ്ങളും മാറാൻ ബെസ്റ്റ് നമകം ചെല്ലുക, ചമകം ചെല്ലുക എന്നുള്ളതാണ്. എല്ലാം ചെല്ലുക, പിന്നെ എല്ലാറ്റിനും ഫലം കിട്ടുമല്ലോ. എന്തായാലും കർപ്പൂര മഞ്ഞളും കായും അതേപോലെ നാരങ്ങയുടെ കുരുവില്ലാത്ത നീര്, കുരുപടരുത്, അത് ചേർത്തിട്ടുള്ള മരുന്നിനെ കുറിച്ചുള്ള സൂചനയും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ കണ്ണിന് വരുന്ന രോഗങ്ങൾക്കും ചെവിക്ക് കേൾവിശക്തി കുറവും വരുമ്പോൾ മാനസ്തോകേ തനയെ മാന ആയുഷി മാനോയോഷു മാനോഘോഷു മാനോ അശ്വേശ്വരീരിഷ 17ാമത്തെ മന്ത്രം വളരെ വിശേഷമാണ്. വളരെ വിശേഷമായിട്ടുള്ള മന്ത്രം. അത് പശുവിന്റെ പാല്, ആലിന്റെ പാല്, അർജുന വൃക്ഷത്തിന്റെ പാല്, അതായത് വെളുത്ത മരുതുവൃക്ഷം, ചോതി നക്ഷത്രത്തിന്റെ ദേവതയാണ്, വൃക്ഷാണത്. വെളുത്ത മരുത്തുവൃക്ഷം അഥവാ നീർമരുത് എന്നും പറയും. അതാണെങ്കിലും കുഴപ്പമില്ല. നീർമരുതും ചോതി നക്ഷത്രത്തിന്റെ വൃക്ഷമാണ്. ടെർമിനാലിയ അർജുന എന്ന് പറയും, അർജുന വൃക്ഷം.
അർജുന നക്ഷത്രം ചോദ്യ. അത് ഫൽഗുന നക്ഷത്രത്തിൽ അർജുനൻ ജനിച്ചതെന്ന് പറയുമെങ്കിലും അർജുനും ചോദ്യ നക്ഷത്രമായിട്ട് വലിയ ബന്ധമാണ്. അപ്പോ അർജുന വൃക്ഷം എന്നതിനെ പറയാ. അരയാലാണ് അശ്വത്ഥം. അരയാലിന്റെ പാല്, അതിന്റെ കറയിൽ നിന്ന് കിട്ടുന്ന പാല്, ഇതൊക്കെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള പാലായിരിക്കണം ഇപ്പൊ ഇതിന്നൊക്കെ കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മരുന്ന് അകത്തേക്ക് കഴിക്കാനാ പറയുന്നത്. അതേപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ഉന്മാദം, വെറുതെ സങ്കടം വരിക, എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചാലും അതിനുള്ള കാരണങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റാണ്ട് വരിക, മരവിച്ച അവസ്ഥ വരിക, മനസ്സിന് വരുന്ന പ്രശ്നങ്ങൾ. അത് 18ാമത്തെ മന്ത്രം. നമോ ഹിരണ്യവാഹവേ സേനാന്യേ ദിശാം ച പതയേ നമോ നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ പശൂനാം പതയേ നമോ. ആ മന്ത്രം അങ്ങനെ തുടങ്ങണ മന്ത്രം. ആ 4 മന്ത്രങ്ങൾ. നമ ശഷ്പിഞ്ചരായ തുഷീമതേ ഭക്തീനാം പതയേ നമോ നമോ ഹരികേശായോപവീതിനെ പുഷ്ടാനാം പതയേ നമ എന്നിവരെയുള്ള 4 വരി. ആ മന്ത്രം, അതിന്റെ ജപം, അതിനും അകത്തേക്ക് കഴിക്കാൻ മരുന്ന് പറയുന്നുണ്ട്. ആ മരുന്നിനെ അതിൽ ഒഴിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മത്ത് എന്ന് പറയും നമ്മള്. ഉമ്മത്തിന്റെ കായ ധാതുരം. അതിന്റെ സയന്റിഫിക് നെയിം തന്നെ നമ്മൾ ധാതുര സ്ട്രാമോണിയം എന്നാണ്. സംസ്കൃതത്തിൽ തന്നെയാണ് അതിന്റെ ജീനസ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഉമ്മത്തിന്റെ തൊലി അത് ആവശ്യത്തിന് എടുക്കുക. ആ തൊലി എടുത്ത് ഈ കുടജ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ മുദ്ഗവൃക്ഷത്തിന്റെ പിന്നെ നീലം, കൃമിഫലം, മഞ്ഞള്, കറുത്ത കുരുമുളക്. നമ്മൾ സാധാരണ കുരുമുളക് പറയണേ, അതിൽ വെളുത്തൊരു വെറൈറ്റി വേറെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇവിടെ കറുപ്പ് വന്നത്. അതായത് ഉമ്മത്തിന്റെ തൊലി, പറഞ്ഞു, കൂർച്ചം പറഞ്ഞു, ദർഭ, അതേമാതിരി ദർഭയാണ് വരേണ്ടത്. പിന്നെ ചെറുപയർ, അതേപോലെ നീലം, അത്തി, അതാണ് കൃമിഫലം. പിന്നെ വരണത് അപ്പൊ കറുകയുടെ പൊടിച്ചു വരുന്ന ആ ഇലയും ആ പൊടിച്ചു വരുന്ന പുല്ലിന്റെ ഇല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് അത് കഴിക്കാനാ പറഞ്ഞു. ധാതുരം, അതായത് ഉമ്മത്ത്, കറുക, ചെറുപയറ്, നീലത്തിന്റെ ചെടി, അത്തിച്ചെടി, അത്തിപ്പഴം, മഞ്ഞള്, കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ മന്ത്രം ചൊല്ലി കഴിക്കുക എന്ന് സാമാന്യമായിട്ട് നമുക്ക് ഇതിന്റെ അർത്ഥം എടുക്കാം. അതിന്റെ വിധി കൂടുതൽ ആചാര്യന്മാർ അങ്ങോട്ട് പ്രകാശിപ്പിച്ച് കണ്ടിട്ടില്ല. ശുഭാരൻ സാറും വളരെ ചുരുക്കമായിട്ടാണ് അത് എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മ. പിന്നെ വരണത് അപസ്മാരം, എപ്പിലെപ്സി ഫിറ്റ്സ്, അത് മാറ്റാനുള്ള മന്ത്രം. അത് 22ാമത്തെയാണ്. നമോ വഞ്ചതേ പരിവഞ്ചതേ സ്ഥായൂനാം പതയേ നമോ. നമ്മൾ പറയില്ലേ ഭഗവാനെ വലിയ വഞ്ചകൻ, അതിലും വലിയ ചതിയൻ എന്നൊക്കെ വിളിച്ച മന്ത്രം.
നമോ നിഷങ്കിണേഷു വിമതേ തസ്കരാണാം പതേ നമോ നമസ്തൃകായിഭ്യോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി വിവൃന്ദാനാം പതേ നമ വരെയുള്ള 4 ആ രണ്ട് മന്ത്രം വെച്ച് 22ാമത്തെ ആ സ്റ്റാൻസ. അത് ഇതേപോലെ തന്നെ ഈ ഫിക്സ് മാറാൻ അതിനു വേണ്ടിയിട്ടാണ്. അതില് ഒരാള് ഫിക്സ് വന്ന് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ളൊരു ക്രമം തന്നെ പറയുന്നുണ്ട്. വായയുടെ കോർണറിൽ ഇരുമ്പ് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. തകരച്ചെടിയില്ലേ റോട്ടിലൊക്കെ നമ്മൾ കാണുന്നത്, ഇന്ന് നമ്മൾ മെലട്രോണിൻ എന്ന് പറഞ്ഞിട്ട് ഗുളിക വാങ്ങി കഴിക്കുന്നുണ്ട് ആൾക്കാർ, രാത്രി ഉറക്കം വരാത്ത ആൾക്കാർ. അതില് പകുതിയും തകരച്ചെടിയാണ്. പണ്ട് മഴ പെയ്താൽ തകര മുളയ്ക്കും. തകരയുടെ ഇല എടുത്തിട്ട് ഒരു ഗ്രീൻ ടീ മാതിരി രാത്രി കിടക്കണേന്റെ ഒരു 30 മിനിറ്റ് മുമ്പ് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. മെലട്രോണിൻ വാങ്ങി കാശ് കളയേണ്ട ആവശ്യമില്ല. ഇപ്പൊ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സൊമാറ്റോയില് മെലട്രോണിൻ ഗുളിക വെക്കണു. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതാ. വീടുകളിൽ എത്തിച്ചു തരും. കാരണം ആർക്കും ഉറക്കമില്ല. തകര നല്ലൊരു റിലാക്സന്റ് ആണ്. അപ്പോ അതുകൊണ്ടായിരിക്കണം തകര ഇതിൽ കൊടുക്കണം. തകർ എന്ന് പറയും സംസ്കൃതത്തിൽ. അപ്പോൾ ഈ മന്ത്രത്തിന്റെ ജപം കൊണ്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു, ഇതുകൊണ്ട് നിങ്ങൾക്ക് അപസ്മാരാദി രോഗങ്ങൾ മാറും. അതേമാതിരി കണ്ണിന്റെ രോഗങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ നല്ലതാണ്. ദൃഷ്ടി, നമ്മുടെ കാഴ്ചശക്തി ഒക്കെ വരാൻ 23ാമത്തെ മന്ത്രം നമോ ഉഷ്ണീഷിണേ ഗിരിജരായ കുലുഞ്ചാനാം തുടങ്ങിയിട്ട് നമോ ആയച്ഛന്ദേഭ്യോ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ആ നമോ ആയച്ഛദ്ഭ്യോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി അവസാനിപ്പിക്കുന്ന വരെയുള്ള 4 വരി. ഗുരുവായൂരപ്പ, അത് കണ്ണിന്റെ രോഗങ്ങൾ മാറാൻ വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് കണ്ണ് ചൂടെടുത്തിട്ടുണ്ടാവണ അസുഖങ്ങൾ. കണ്ണ് ചൂടെടുത്തിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ കൺജക്ടിവിറ്റീസ് ഒക്കെ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അതിന് മഴവെള്ളത്തിനെ ശേഖരിച്ചിട്ട് തണുപ്പിച്ച്, ആദ്യം മഴവെള്ളം നേരിട്ട് ശേഖരിച്ച് അതിനെ തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് കണ്ണിലൊഴിച്ചാൽ വളരെ പെട്ടെന്ന് മാറും എന്നുള്ള ഒരു അറിവ് ഈ മന്ത്രത്തിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി മൂക്കിൽ കൂടെ ഇതിനാവശ്യമായിട്ടുള്ള, കണ്ണിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ മൂക്കിൽ കൂടെ നസ്യം ചെയ്യേണ്ടതാണെന്നുള്ള ആയുർവേദത്തിന്റെ വിധിയും 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്ത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി സമർപ്പിച്ച് ചൊല്ലുമ്പോൾ ആ മന്ത്രം തന്നെ ചൊല്ലിയാൽ മതി. ആ മന്ത്രം തന്നെ ചൊല്ലിയാൽ മതി. നിങ്ങളുടെ സങ്കല്പമാണ് പ്രധാനം. ചൊല്ലുന്നതിന് മുമ്പും ഭഗവാന്റെ അടുത്ത് അല്പം ജലം എടുത്തിട്ട് അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന ആൾക്ക് വേണ്ടിയാണ് ചെല്ലുന്നത് എന്ന് പറഞ്ഞിട്ട്, അയാളുടെ ഇന്ന സൗഖ്യത്തിന് എന്ന് പറഞ്ഞിട്ട് ചൊല്ലിയിട്ട് അത്ര ഒരു വെച്ച് അത്ര ഒരു ചൊല്ലിയിട്ട് വീണ്ടും അതിന്റെ അവസാനത്തിലും ആ സമർപ്പിക്കുക. ആദ്യത്തിനെ സങ്കല്പം ചെയ്യാന്ന് പറയും, അവസാനിപ്പിക്കുമ്പോൾ വെള്ളം കൊടുക്കണേനെ സമർപ്പിക്കുക എന്ന് പറയും. അത് ആ ആൾക്ക് ഞാൻ ഈ ചൊല്ലിയതുകൊണ്ടുള്ള എല്ലാ ബെനിഫിറ്റും ആ വ്യക്തിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ചെയ്യണം, നല്ലതാണ്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തളർച്ചയായിട്ടിരിക്കുക, അവരുടെ ഉത്സാഹം കണ്ടിരിക്കുക, കളിക്കാണ്ടിരിക്കുക, ആകെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിട്ട് കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു വികൃതിയൊക്കെ ഉണ്ടാവാൻ, ഇന്ന് ഒരു എനർജി ഉണ്ടാവാനായിട്ട് 27ാമത്തെ മന്ത്രം സേനാനിഭ്യശ്ചവോ നമോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വോ നമോ മഹഭ്യോ അർഭകേഭ്യശ്ച വോ നമ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ആ മന്ത്രം വളരെ വിശേഷമാണ്. കുഞ്ഞുങ്ങൾക്ക് പശുവിന്റെ പാലില് ചില ഔഷധങ്ങൾ അരച്ചു ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ താനെ അത് ആ മിടുക്ക് കൂടും എന്ന് പറയുന്നുണ്ട്. അത് സംസ്കൃതത്തിൽ വേദരം എന്നും അതേമാതിരി പരുഷം എന്നും പറയണ 2 ഫലങ്ങളെയാണ് പറയണത്.
അതിൻ്റെ വിത്തോട് കൂടിയോ വിത്തില്ലാണ്ടയോ പാലിൽ അരച്ചു കൊടുക്കണം എന്നാണ് അതിൻ്റെ അകത്ത് കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമ്മളെന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യില്ല. പിന്നത്തത് 29ാമത്തെ മന്ത്രം. നമ്മൾ ഏറ്റവും കൂടുതൽ IVF ക്ലിനിക്കുകളിൽ പോകുന്നുണ്ട്. കുട്ടികളുണ്ടാവില്ല പലർക്കും, ഇൻഫെർട്ടിലിറ്റി. കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികളുണ്ടാവാൻ ഇൻഫെർട്ടിലിറ്റിക്കുള്ള പരിഹാരമായിട്ട് നമശ്വഭ്യ ശ്വപദിഭ്യശ്ച വോ നമോ, നമോ ഭവായച രുദ്രായച, നമ ശർവായച പശുപതയേച, നമോ നീലഗ്രീവായച ശിതികണ്ഠായച. ഇത്രയും മന്ത്രം. ഈ മന്ത്രങ്ങളാണ് അതിനാവശ്യം എന്നാ പറയുന്നത്. ഈ ഓറഞ്ച് ഉണ്ടാവണ മരത്തിന്റെ, മധുരനാരങ്ങ ഓറഞ്ച് ഉണ്ടാവണ മരത്തിന്റെ വേര്, ഉദുംബര മരത്തിന്റെ വേര്, ഇതൊക്കെ പുനർനവ വൃക്ഷത്തിന്റെ വേര്, ഭോജപത്രത്തിന്റെ വേര്, മഞ്ഞൾ ചേർത്ത് തിളപ്പിച്ചാറിയ പാലില് ചേർത്ത്, അത് മൺപാത്രത്തിൽ വേണം തിളപ്പിക്കാൻ. അത് കഴിക്കുന്നത് ഇൻഫെർട്ടിലിറ്റിക്കുള്ള ഒരു ക്യൂർ ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് കുറേ ഔഷധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ചെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. മനഃപൂർവ്വം കുറച്ചെണ്ണം പറയണം, കൂടുതൽ പറയുന്നില്ല. ആ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് വളരെ ഗുണം ചെയ്യും. നീല അമരിയാണ് നീല എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നീല അമരി. പുനർനവ എന്ന് പറയണത് തഴുതാമയാണ്, അറിയാലോ. തഴുതാമ നമ്മൾ വഴി ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പുനർനവ, പുനർനവ ചെടി. ഞാൻ മറന്നു പറഞ്ഞു നേരത്തെ, പെട്ടെന്ന് ഓർക്കാണ്ട് പറഞ്ഞ, സ്ലിപ്പ് ഓഫ് ടങ്ങാണ്, ക്ഷമിക്കുക. ഭോജവൃക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ബെർച്ച് മരം എന്ന് പറയും, അതാണ്. അപ്പൊ ഇതൊക്കെ ചേർത്തിട്ടുള്ള മരുന്നാണ് പറയുന്നത്. പശുവും പാലാവാം, ആട്ടും പാലാവാം. മന്ത്രം ഇതാണ്, ജപിക്കാനുള്ള മന്ത്രം. നമശ്വഭ്യ ശ്വപദിഭ്യശ്ച വോ നമോ തുടങ്ങി നമോ നമോ ഭവായച രുദ്രാജ, നമ ശർവായച പശുപതേജ, നമോ നീലഗ്രീവായച ശിതികണ്ഠായച. ഇങ്ങനെ ഉള്ള മന്ത്രങ്ങൾ. അതേമാതിരി തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങൾ, ലൂക്കോഡർമ, സോറിയാസിസ് ഒക്കെ പോലെ തൊലിപ്പുറത്ത് വരുന്നത്. നമക്കവർദിനേജ വ്യുക്തകേശായജ പറഞ്ഞു 30ാമത്തെ താളാണ്. നമോ മീഡുഷ്ടമായ ജേഷുമതേജ വരെ. നമക്കവർദിനേജ വ്യുക്തകേശായജ, നമ സഹസ്രാക്ഷായജ ശതധന്വനേജ, നമോ നമോ ഗിരിശായ, നമോ ഗിരിശായ ച ശിവിവിഷ്ടായജ, നമോ മീഡുഷ്ടമായ ജേഷുമതേജ. അതാണ് വേണം. ഈ മന്ത്രം കൊണ്ട് വേണം തൊലിപ്പുറത്തുള്ള അസുഖങ്ങളൊക്കെ. അതിന് പറയണ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, 100 കവടിയുടെ ഒരു മാല, കവടി കൊണ്ട്, കവടിയില്ലേ നമ്മൾ ജ്യോത്സ്യൻ ഇങ്ങനെ ഉപയോഗിക്കുന്ന കവടി വെക്കണ കണ്ടില്ലേ, ആ കവടി കൊണ്ടുള്ള മാല, 100 എണ്ണത്തിന്റെ മാല. അതേമാതിരി 1000 രുദ്രാക്ഷങ്ങൾ കോർത്ത മാല. ഇത് രണ്ടും ധരിക്കണം എന്നാ പറഞ്ഞത്. അത് ഇന്നത്തെ കാലത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. 100 കവടിയും 1000 രുദ്രാക്ഷവും പറയുമ്പോൾ എത്ര വലിയ മാലയായിരിക്കും. അപ്പോ ആ മന്ത്രജപം കൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് മാറ്റാൻ പറ്റുമോ നോക്കുക, അല്ലേ? മന്ത്രത്തിന്റെ കൂടാണ്ട് ഔഷധവിദ്യ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന, എന്താ പറയാ, ഇത് ഈ ഖർബൂസ് എന്ന് പറയുന്ന ഒരു പഴമുണ്ട്. ആ പഴം കഴിക്കുക എന്നാ പറയുന്നത്, ഖർബൂസ്. പിന്നെ ഏഴിലമ്പാലയുടെ വെള്ളപ്പാലയില്ലേ, ഏഴിലമ്പാല, വെളുത്ത പാലയില്ലേ ഏഴിലമ്പാല, ആ ഏഴിലമ്പാലയുടെ
ഇല ഭക്ഷിക്കുക. ഇതുകൊണ്ടൊക്കെ മാറുന്ന പറഞ്ഞു. ഈ ഏഴിലം പാല എന്തുകൊണ്ടാണ് കഴിക്കണത്? ഈ പാലയ്ക്ക് വിഷം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. വിഷം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ആ വിഷത്തിനെ അത് ജലത്തിലേക്ക് ഇറക്കി വിടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പാലമരം നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള കിണറുകളിലോ കുളങ്ങളിലോ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസുകൾ വരും. നമ്മളതിനെ സർപ്പദോഷം എന്ന് പറയും പൊതുവെ. പപ്പായ അല്ല, പപ്പായയാണോ ചോദിക്കുന്നത്? അപ്പോ ഏഴിലമ്പാല ശരീരത്തിലുള്ള വിഷത്തിനെ വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ സ്കിന്നിന്റെ ലൂക്കോഡർമ പോലുള്ള, കാരണം സർപ്പദോഷമായിട്ട് ബന്ധമുണ്ട് എല്ലാത്തരം ത്വക്ക് രോഗങ്ങൾക്കും. അതുകൊണ്ടായിരിക്കാം ഭഗവാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ടാണ്. നമ ശ്രുത്യായച പഥ്യായച നമ കാട്യായച നീപ്യായച നമ കുല്യായച സരസ്യായച നമോ നാദേയായച വൈശന്തായച. ഇതാണ് സുഖപ്രസവത്തിന്. ഇതിനും മരുന്നുകളൊക്കെ പറയുന്നുണ്ട്. ആ മരുന്നുകളെ അതിൻ്റെ അകത്ത് കടമ്പ് വൃക്ഷത്തിന്റെ പഴത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തെച്ചിപ്പഴം പറയുന്നുണ്ട്. തെച്ചിയില്ലേ, നമ്മുടെ തെച്ചി, ചുവന്ന തെച്ചി, അതിന്റെ പഴം കണ്ടിട്ടില്ലേ? നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ധാരാളം പറിച്ചു കഴിഞ്ഞു. ഈ തെച്ചിപ്പഴം സുഖപ്രസവത്തിന് വളരെ വിശേഷമാണ്. അതേപോലെ കടുക്കയും തെച്ചിപ്പഴവും കൂടെ ചേർത്താൽ തന്നെ വളരെ വിശേഷമാണ്. പിന്നെ ഈ ഒരു മരുന്ന് കൂടെ ചേർക്കേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ കടുക്കയും തെച്ചിപ്പഴവും തന്നെ വളരെ വിശേഷമാണ് മരുന്നുകളിൽ സുഖമായിട്ടുള്ള പ്രസവത്തിന്. ഈ മന്ത്രവും അതിനുള്ളതാണ്. പിന്നെ മുട്ടുവേദന, നമ്മുടെ സന്ധിയിലുള്ള വേദനകൾക്ക് നമശങ്കവേജ പശുപതയേജ നമ ഉഗ്രായജ ഭീമായജ നമോ അഗ്രേവതായജ ദൂരേവതായജ നമോ ഹന്ത്രേജ ഹരിയസേജ നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ നമസ്താരായ വരെ. അവിടുന്ന് കേട്ട നമ ശംഭവേ എന്ന് പറഞ്ഞ പിന്നെ വരുന്നത്. അപ്പൊ ഈ എന്താ പറയാ, സന്ധി വേദനകൾ, വാദം കൊണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്. നീ പെയിൻ, ജോയിന്റ് പെയിൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിനും ഉള്ള മരുന്നുകൾ അതിൻ്റെ അകത്ത് ഒരുപാട് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ വളരെ വിശേഷമായിട്ട് പറയുന്നു. അതേപോലെ ചുക്ക് വിശേഷമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മുരിങ്ങ ഇതൊക്കെ പാലും മഞ്ഞളും ചേർത്ത് പകൽ നേരത്ത് കഴിക്കണം. ഈ വാദത്തിനുള്ള മരുന്നുകളൊക്കെ പകൽ നേരത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ കഴിക്കണം എന്നുള്ളൊരു സൂചനയുണ്ട് ഇതിൽ. ഇതൊക്കെ ആയുർവേദത്തിൻ്റെതായ പ്രിൻസിപ്പിൾസാണ്. ശ്രീരുദ്രത്തിൽ മാത്രമല്ല കേട്ടോ, വേദത്തിൽ മുഴുവനുണ്ട്. അതിപ്പോ അഥർവവേദം എടുത്തു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. ആയുർവേദത്തിന്റെ ഉത്ഭവസ്ഥാനം അഥർവവേദമാണ്. അഥർവവേദ ഭൈഷജ്യം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ശാഖേനയുണ്ട്. അഥർവത്തില് സകലമാന രോഗങ്ങൾക്കും പറയുന്നുണ്ട്. ഇതിപ്പോ നമ്മള് യജുർവേദാന്തർഗതമായിട്ടുള്ള രുദ്രത്തിന് മാത്രം ഇപ്പൊ പറയുന്നു. മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ടുള്ള നല്ല ആരോഗ്യത്തിന് ഉള്ള ഒരു മന്ത്രമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ബാക്കി ഉള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. പരിണോ രുദ്രസ്യ ഹേതുർ വൃണക്തു പരിത്വേഷസ്യ ദുർമതിരകായോ അവസ്ഥിര മകവദ്സ്തനുഷ്വമിഡ്വസ്തോകായ തനയായ മൃള. ഇത് ഞാൻ വ്യാഖ്യാനിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഇത്
ക്യാൻസറിന് വളരെ ഉത്തമമായിട്ടുള്ള, ക്യാൻസർ സുഖപ്പെടാൻ ഉത്തമമായിട്ടൊരു മന്ത്രമാണ്. അൾസറുകൾ, ട്യൂമറുകൾ, ഉണങ്ങാത്ത പഴുപ്പുള്ള മുറിവുകൾ, ക്യാൻസറുകൾ, ഇതിനൊക്കെ വളരെ വിശേഷമാണ് ഈ പരിണോരുദ്രസ്യഹേതൃ പ്രണക്തു എന്നുള്ള മന്ത്രം. വളരെ വിശേഷമായിട്ടുള്ള മന്ത്രം. ഇതിൽ പറയുന്ന മരുന്നുകളൊക്കെ ലോഹഭസ്മങ്ങളൊക്കെ ചേരണതായതുകൊണ്ട് ഞാനതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ലോഹഭസ്മങ്ങളൊക്കെ അപകടകാരിയാണ്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ശരിക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ പണിയാണ്. പക്ഷെ ഈ മന്ത്രജപം വിശേഷമാണ്, ധൈര്യമായിട്ട് ജപിക്കാം. പിന്നെ വെരിക്കോസ് വെയിൻ, കാലിൽ വെരിക്കോസ് വെയിനൊക്കെ വരുന്നില്ല, അത് ഓജശ്ചമേ സഹശ്ചമാത്മാചമേ ധനുശ്ചമേ ശർമ്മചമേ വർമ്മചമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രം. അത് ജരാചമേ യജ്ഞേന കൽപ്പന്താം വരെ. ഇതുകൊണ്ട് ഹോമം ചെയ്താൽ വളരെ വിശേഷമാണ്. എന്നിട്ട് അതിന്റെ സമ്പാദം കഴിക്കുക. അതിനും ധാരാളം മരുന്നുകൾ പറയുന്നുണ്ട്. തണുപ്പ് കാലത്ത് ആഗ്രഹായണം സമയത്ത് ഈ നവംബർ ഡിസംബർ കാലത്ത് അത്ര വെരിക്കോസ് വെയിന് വേണ്ട മരുന്നുകൾ കഴിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അതിലൊരു പ്രധാന ഘടകം വെണ്ണ നീക്കിയ മോരാണ്. വെണ്ണ നീക്കിയ മോരാണ്. അപ്പോൾ അത് അതിൽ പറഞ്ഞ് ആ വെരിക്കോസ് വെയിൻ്റെ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനമായിട്ട് ഒരു മന്ത്രം പറയാം. സകല ഒരസുഖം വരാതിരിക്കാൻ, നല്ല ആരോഗ്യം ഉണ്ടാവാം, എളുപ്പം പഠിക്കാം. നമശംഭവായ ച മയോഭവായ ച നമശങ്കരായ ച മയസ്കരായ ച നമശിവായ ച ശിവതരായ ച. നമശിവായ എന്നുള്ള മന്ത്രം ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ 3 ഭാഗം, 3 വരികൾ. നമശംഭവായ ച മയോഭവായ ച നമശങ്കരായ ച മയസ്കരായ ച നമശിവായ ച ശിവതരായ ച സദാ ചൊല്ലുക. ഇതിലും മരുന്നുകളെ ഒളിപ്പിച്ചിട്ടുണ്ട്. നല്ല ആരോഗ്യം കിട്ടാൻ ദിവസം കഴിക്കേണ്ട ഒരു ടോണിക്കിന്റെ പ്രിസ്ക്രിപ്ഷൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദേവദാരു, ഭല്ലാതകം, ഏടം, ശമി, കറുക, പിപ്പലി, ഗോരോചന, ഇതൊക്കെ കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തിട്ട് ഉള്ളൊരു ടോണിക് അതിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ വിഷയം ആ മന്ത്രം നിത്യേന ചെല്ലുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി ഈ വൈദ്യം ഒന്നും അല്ലാതെ ഞാൻ രുദ്രം നമകം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അത്രി മഹർഷി ഋഷിയായിട്ടുള്ള ഒരു മന്ത്രം പറഞ്ഞു. ഓർക്കണ്ടോന്നറിയില്ല പലരും. തമുഷ്ടുഹി അസ്വിഷുസ്സു ധന്വായോ വിശ്വസ്യ ക്ഷയതി ഭേഷജസ്യ യക്ഷ്വാമഹേ സൗമനസായ രുദ്രം നമോബൃദേവം അസുരന്തുവസ്യ. അത്രി മഹർഷി എൻ്റെ ഋഷി എന്ന് പറഞ്ഞു. ഈ ഒരു മന്ത്രം ചെല്ലുന്നത് വളരെ 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 വിശേഷമാണ്. ശ്രീരുദ്രം മുഴുവൻ ചെല്ലുന്നതിൻ്റെ ഫലമാണ്. രുദ്രാഭിഷേകം ചെയ്യിപ്പിച്ചിട്ട് ആ തീർത്ഥം കൊണ്ടുവന്ന് രോഗിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ചെല്ലാനൊന്നും പറ്റിയില്ലെങ്കിലും ക്ഷേത്രങ്ങളിൽ രുദ്രാഭിഷേകം കഴിപ്പിച്ചിട്ട് ആ തീർത്ഥവും കൂവളത്തിൻ്റെ പ്രസാദം കിട്ടുമല്ലോ, ഇല, കൂവളത്തിൻ്റെ ഇല പ്രസാദമായിട്ട് കിട്ടണമെങ്കിൽ ആ ഇല കഴിക്കാനും കൊടുക്കുക. ഒരുമാതിരിപ്പെട്ട രോഗങ്ങൾക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും. മരുന്ന് ഭരിക്കാൻ നമ്മൾ ഔഷധം കൊടുക്കാണ്ട് ദിവ്യമായിട്ട് എല്ലാം മാറുന്നു വിചാരിക്കുന്നു. പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഔഷധം നിശ്ചയിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതിനെ നിരാകരിച്ചിട്ട് മന്ത്രം കൊണ്ട് മാത്രം രോഗം മാറുന്നു വിചാരിക്കുന്നു. കൃത്യമായ സമയത്തുള്ള മരുന്ന്, കൃത്യമായ ആഹാരം, അതിനനുസരിച്ച് കൃത്യമായ പരിചരണം, രോഗിക്ക് മനസ്സിന് സ്വാസ്ഥ്യം, ഇത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ മൃത്യുഞ്ജയ ഹോമം ചെയ്യേ, ശംഖാഭിഷേകം ചെയ്യേ, മറ്റു കാര്യങ്ങൾ രുദ്രം ചെയ്യേ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കും. അതൊരു സംശയവും വേണ്ട. രോഗശമന സൂക്തം എന്ന് പറഞ്ഞിട്ടൊരു സൂക്തമുണ്ട്. അക്ഷീഭ്യാന്തേനാസ, അങ്ങനെ തുടങ്ങണം.
ധന്വന്തിരി, ഗുരുവായൂരപ്പന്റെ ധന്വന്തിരി രൂപത്തിനെ അതുപയോഗിച്ച് സേവിക്കുന്നത് വളരെ വിശേഷമാണ്. ശ്രീരുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം മാറ്റാൻ മാത്രമല്ല, എല്ലാറ്റിനും സർവാർത്ഥ സാധകം എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ഇതേമാതിരി ഒരു ദിവസം പുരുഷ സൂക്തം പറയാം. നാരായണന്റെ, പുരുഷന്റെ അപ്രമേയത്വം എന്താണ്, അദ്ദേഹത്തിന്റെ സർവാധിപത്യത്വം എന്താണ്, ആ ബ്രഹ്മാവസ്ഥ എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു മഹാമന്ത്രമാണ്. അനേകം മന്ത്രങ്ങളോട് കൂടിയുള്ള മന്ത്രമാണ്. അപ്പം ഇതൊക്കെയാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാൻ പറ്റണം. 9 മണിയോളായി. ഞാൻ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ കൂടുതൽ ഇതിനെ ഇനി ദീർഘിപ്പിക്കാൻ പറ്റില്ല. പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഘട്ടമായി. അപ്പോൾ അതാ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രുദ്രം കേൾക്കുക. കേൾക്കുമ്പോൾ വേറെ പണികൾ ചെയ്തുകൊണ്ട് കേൾക്കരുത്. അത് ഇരുന്ന് കേൾക്കണം. ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഇരുന്ന് കേൾക്കണം. വേറെ ചില ആൾക്കാരുടെ വീട്ടിൽ ഇങ്ങനെ കാസറ്റുമാരി ഇങ്ങനെ വെക്കും. അവർ വേറെ ജോലികൾ ചെയ്തുകൊണ്ട് നടക്കും. അപ്പോൾ അത് ആരാ കേൾക്കണേ? ആ മന്ത്രം ചെല്ലുമ്പോൾ ഭഗവാന്റെ ചൈതന്യം അവിടെ ആവിർഭവിക്കുന്നുണ്ട്. അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ആ നേരത്ത് നമ്മൾ ഷർട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കുട്ടികളെ കുളിപ്പിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് നടക്കില്ല. അത് കേൾക്കാൻ വേണ്ടി ഇരുന്നിട്ട് തന്നെ കേൾക്കണം, അല്ലെങ്കിൽ വെക്കരുത്. അത് രോഗിയായിട്ടുള്ള ആള് വീട്ടിലുള്ള സ്ഥലങ്ങളിൽ പ്ലേ ചെയ്യണത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പം അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട്, യുക്തി ഉപയോഗിച്ചിട്ട് ഭഗവാന് പ്രിയങ്കരമാവണ വിധത്തിൽ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയാണ്, മമ്മിയൂരെ അതിരുദ്രയജ്ഞത്തിന്റെ ഭാഗഭാക്കാവുക. കഴിയുന്നത് അവിടെ ചെന്ന് ഒരു ദിവസമെങ്കിലും തൊഴാൻ നോക്കുക. അവിടെ ഓരോ മന്ത്രങ്ങൾ മുഴങ്ങി കേൾക്കുമ്പോഴും അതിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാനാവാത്തതാണെന്ന് ഗുരുവായൂരപ്പൻ നമുക്ക് പറഞ്ഞു തന്നതിനെ ഓർക്കുക. ക്ഷേത്രങ്ങളിൽ നിങ്ങൾ രുദ്രാഭിഷേകം കൊടുക്കുമ്പോഴും നിങ്ങളത് ഓർക്കുക. ഭഗവാൻ നിങ്ങളെ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് അനുഗ്രഹിക്കട്ടെ. മഹാദേവ, ഗുരുവായൂരപ്പ ശരണം. നിങ്ങളുടെ എല്ലാവരുടെയും തൃപാദങ്ങളിൽ നിങ്ങളെല്ലാവരും മഹാദേവനും ഗുരുവായൂരപ്പനായിട്ടുള്ള ആ ബ്രഹ്മം തന്നെയാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ഈ 5 ദിവസവും പറഞ്ഞ ആ രുദ്രവും നമക ചമകങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അതിരുദ്രത്തിൻ്റെ ചടങ്ങുകളും ഒക്കെ പറഞ്ഞത് എല്ലാറ്റെയും മമ്മിയൂരപ്പൻ്റെ തൃപാദങ്ങളിൽ വെച്ച് നമസ്കരിച്ചിട്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുടെ അതെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ മഹാദേവ, ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും വളരെ ശാന്തി സമാധാനമുള്ളൊരു ശുഭരാത്രി നേരിടും. തകരയൊന്നും ചായ വെച്ച് കുടിക്കേണ്ട ആവശ്യമില്ലാത്ത അത്രയ്ക്ക് സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ. ഭഗവാനെ സ്നേഹിക്കുക, മനസ്സ് തുറന്ന് സ്നേഹിക്കുക ഭഗവാനെ. അത് ഏത് രൂപത്തിൽ നിങ്ങൾ കണ്ടാലും ശരി, മനസ്സ് തുറന്ന് സ്നേഹിക്കുക. സന്തോഷമായിട്ടിരിക്കുക. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. ശംഭോ നാരായണ മഹാദേവ. ശരി.